ഇപ്പോൾ ദേവസ്വം മന്ത്രി ക്ഷേത്രത്തിൽ വന്ന് തൊഴണമെന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ ക്ഷേത്രത്തിൻ്റെ നടയിൽ മുമ്പിൽ വന്നാൽ തൊഴൽ എന്നുള്ളത് ധർമ്മമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഓഫീസിലിരുന്നാൽ മതി. എന്നാൽ സനാതന ധർമ്മം ഈ പ്രപഞ്ചത്തിൻ്റെ ധർമ്മമാണ്. ഒരു ഹൈന്ദവ അനുഷ്ഠാനം തോന്നുന്ന സമയത്ത് ഇത്ര വലിയ ആശങ്ക തോന്നുന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആശങ്കയായിട്ട് അവരവിടെ ഇരുന്നുണ്ട്. ഭാരതത്തിൽ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള സന്യാസിമാരുണ്ട്, സ്ത്രീകളായിട്ടുള്ള ആചാര്യന്മാരുണ്ട്. ഈ ആര്യൻ അധിനിവേശം എന്നൊക്കെ പറഞ്ഞിരുന്ന ചരിത്രകാരന്മാർ തന്നെ അതിനെ റമീലതാപ്പർ അടക്കമുള്ള ആളുകൾ അത് തെളിവില്ലാതെ ഞാൻ പറഞ്ഞു പോയതാണെന്ന് തള്ളി പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമി പോലുള്ള ഗ്രൂപ്പുകൾക്ക്, SDPI പോലുള്ള സംഘടനകൾ, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അവരുടേതായിട്ടുള്ള അജണ്ടകളും അവരുടേതായിട്ടുള്ള തീവ്രവാദ സ്വഭാവവും ഒക്കെയുണ്ട്. ഇതൊരു ഹിന്ദു എവേക്കനിങ്ങിന് വേണ്ടിയിട്ട് മനഃപൂർവ്വം സൃഷ്ടിക്കുന്ന ഒരു ഇതാണെന്ന് ഉള്ളൊരു സംശയം രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ടായിരുന്നു. ആ രീതിയിൽ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ നമ്മുടെ അടുത്ത് വന്നിരുന്നോ? അല്ല, കമ്മ്യൂണിക്കേഷനൊന്നും വന്നിട്ടില്ല. ഹിന്ദു അവേക്കനിങ്ങിന് വേണ്ടി തന്നെയാണ്. എന്താ സംശയം? അങ്ങനെ ഒരു അവേക്കനിങ്ങിന്റെ ആവശ്യം ധർമ്മജാഗരണം കേരളത്തിൽ വേണമെന്ന് തോന്നിയിട്ടുണ്ടോ? കേരളത്തിൽ നിന്നുള്ളതല്ല, ലോകത്തെമ്പാടും വേണ്ടതാണ്. കാരണം സനാതന ധർമ്മം ഈ പ്രപഞ്ചത്തിൻ്റെ ധർമ്മമാണ്. ഈ ധർമ്മത്തിൽ നിന്ന് സമാജം വഴിതെറ്റി പോകുന്നത് കൊണ്ടാണ്, വഴിമാറി പോകുന്നത് കൊണ്ടാണ് ഇന്ന് കാണുന്ന അശാന്തിയും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? സനാതന ധർമ്മം ലോകത്തിന്റെ ധർമ്മമാണ്, അത് എങ്ങനെയൊന്ന് എക്സ്പ്ലെയിൻ? അതായത് സനാതന ധർമ്മം, സനാതനം എന്ന് വാക്ക് തന്നെ നശിക്കാത്തത്. അപ്പോൾ നശിക്കാത്ത എന്തെന്ന് പറഞ്ഞാൽ അത് പ്രപഞ്ചത്തിൻ്റെ ധർമ്മമാണ്. നമ്മളെപ്പോഴും നമ്മുടെ ദേവതാ സങ്കല്പം അത് പരമമായി സമർപ്പിക്കുന്നത് പ്രകൃതിക്കാണ്, പ്രകൃതിയുടെ ഇച്ഛയ്ക്കനുസരിച്ച്. നമ്മളിപ്പോൾ ഇരിക്കുന്നത് രാമകൃഷ്ണ മഠത്തിൻ്റെ ആശ്രമത്തിലാണ്. ബംഗാളിലൊരു കീർത്തനമുണ്ട്, ഷോക്കോളി മായി തുമാരി ഇച്ഛ. പ്രകൃതി അമ്മയോടുള്ള പ്രാർത്ഥനയാണ്. അമ്മ എല്ലാം നിൻ്റെ ഇച്ഛയനുസരിച്ച് നടക്കുന്നു, തുച്ഛരായ മനുഷ്യർ ഇതൊക്കെ ഞങ്ങൾ ചെയ്തു എന്ന് അഹങ്കരിക്കുന്നു എന്നാണ്. അപ്പോൾ ആ പ്രകൃതിയുടെ ധർമ്മത്തിനനുസരിച്ച്, ഈ പ്രകൃതിയിൽ നിന്ന് നമ്മൾ അകന്നകന്ന് പോകുമ്പോഴാണ്, പ്രപഞ്ചധർമ്മത്തിൽ നിന്ന് നമ്മൾ അകന്നകന്ന് പോകുമ്പോഴാണ് നമുക്ക് ദുഃഖം ഉണ്ടാവുക, അസ്വസ്ഥതകൾ ഉണ്ടാവുക. അതുമായിട്ട് എത്രത്തോളം നമ്മൾ ചേരുന്നു, എത്രത്തോളം ഒന്നാകുന്നു, ആ സമയത്ത് നമുക്ക് സുഖം ഉണ്ടാവും, ആനന്ദം ഉണ്ടാവും. അപ്പോൾ ആ സുഖത്തിലേക്ക്, ആനന്ദത്തിലേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ ചെറുകോൽ ശുഭാനന്ദ ആശ്രമത്തിൽ നിന്നുള്ള ആചാര്യന്മാരും ശിഷ്യന്മാരും അവിടെ വന്ന് നിന്നിട്ട് ശുഭാനന്ദ ഗുരുദേവൻ്റെ കീർത്തനം പാടിയിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കീർത്തനമാണ് ആനന്ദം പരമാനന്ദമാണ് എൻ്റെ കുടുംബം. ഗുരുദേവൻ്റെ ഒരു വേദാന്ത ചിന്തകൾ വളരെ ലളിതമായിട്ടുള്ള ഗാനങ്ങളിലൂടെ, ഏറ്റവും ലളിതമായിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാകുന്ന ഗാനങ്ങളിലൂടെയാണ് അവിടെ അവരുടെ അർച്ചനകൾ നടക്കാറ്. അപ്പോൾ അവിടെ മാഘത്തിന് അവരെല്ലാവരും കൂടി വന്ന് ആരാധന നടത്തി പങ്കെടുത്തിരുന്നു. അപ്പോൾ ആ ഒരു ആനന്ദത്തിലേക്ക് നമ്മുടെ സമാജത്തെ, പ്രകൃതിയെ എല്ലാ ലോകത്തെ നയിക്കണം എന്നുണ്ടെങ്കിൽ ധാർമ്മികമായിട്ടുള്ള മാർഗം അനിവാര്യമാണ്. ഈ ഹിന്ദു അവേക്കനിങ്ങിന്റെ ഭാഗമായിട്ട് അടുത്ത ലോജിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവിടെ ഒരു വോട്ട് ബാങ്കായി മാറണം എന്നുള്ളതാണ്. അല്ല, അത് എപ്പോഴും ഒരു തെരഞ്ഞെടുപ്പ്, അതായത് ഒരു തെരഞ്ഞെടുപ്പിൽ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഭരണവ്യവസ്ഥ നിലനിൽക്കുന്നിടത്ത് നമുക്ക് ഏത് ആളുകൾക്കാണെങ്കിലും ആ തെരഞ്ഞെടുപ്പിൽ ഒരു നിർണായക ശക്തിയായാൽ മാത്രമാണ് അവരവരുടെ ഭാഗത്തിന് എന്തെങ്കിലും ഒരു സ്വാധീനം അല്ലെങ്കിൽ അതിനകത്തൊരു നീതി കിട്ടുക എന്ന് പറയുന്ന സംഗതി ഉണ്ടാവുള്ളൂ. സ്വാമിജി, അടുത്ത ഒരു സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ അവിടെ പറഞ്ഞു കേട്ടതാണ്, നർമ്മദ നദീതീരത്ത് ഇതുപോലെ മേള നടക്കുന്നുണ്ടായിരുന്നു. അത് ഇബ്രാഹിം ലോധിയുടെ സമയത്ത്, ബംഗാളിലാണ്. ബംഗാൾ ത്രിവേണി കുംഭസംക്രാന്തിയാണ്. അതെന്നാണ്? അത് കുംഭസംക്രാന്തി വരുന്ന 13-14 ദിവസം. അതെ അതെ അതെ. അവിടെയും ഇതുപോലെ അത് നേരത്തെ നമ്മൾ തിരുനാവായിലുണ്ടാവില്ല, കുറച്ച് വർഷങ്ങളായിട്ട് അതിൻ്റെ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ വർഷം നമ്മളൊക്കെ അവരുടെ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു, അവിടെ നിന്നുള്ള അതിൻ്റെ കാര്യങ്ങൾ ആലോചിക്കുന്ന ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഈ വർഷം ബംഗാളിലും ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ഇതുപോലെ ഹിന്ദു അവേക്കനിങ് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പോൾ അതും അവിടെയും ഇതുപോലെ ഒരു പ്രോസസ് ആയിരിക്കും റെപ്ലിക്കേറ്റ് ആവുക? അവിടുത്തെ അതിൻ്റെ കാര്യങ്ങളൊന്നും നമ്മൾ അവിടെ അവർ വിളിച്ചു, നമ്മൾ പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിൻ്റെ മറ്റുള്ള ജുനാഘാടെ അല്ലേ ചെയ്യുന്നത്? അല്ല, അത് ജുനാഘാടെ സംബന്ധിച്ചിടത്തോളം ഒരു വിപുലമായ സംവിധാനമാണ്. അപ്പോൾ അവിടുത്തെ എല്ലാ സന്യാസിമാരും ആശ്രമങ്ങളും എല്ലാവരും ചേർന്നിട്ടാണ് അവിടെ ആ കാര്യങ്ങൾ സംഘടിപ്പിക്കുന്നത്. നമുക്കതിൻ്റെ ഇപ്പോൾ
ഇവിടുത്തെ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അഖാഡയുടെ മറ്റുള്ള സ്ഥലങ്ങളിലുള്ള ആളുകൾക്ക് അത്ര ഇതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് അറിയാമെന്നല്ലാതെ എന്തൊക്കെ നടക്കുന്നുണ്ട് എങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്നുള്ളത് പൂർണ്ണമായിട്ടൊന്നും അറിയാൻ സാധ്യമല്ല. അതുപോലെ തന്നെ അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കണമെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അഖാഡ മാത്രമല്ല അവിടെ നടത്തുന്നത്, അഖാഡയും ബന്ധപ്പെടുന്നുണ്ട്. അവിടുത്തെ ആശ്രമങ്ങൾ, ആനന്ദമഠം, രാമകൃഷ്ണമഠം, അങ്ങനെയുള്ള എല്ലാവരും അതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഈ BJPയുടെ കാര്യം പറഞ്ഞപ്പോൾ ഈ പണ്ട് കേട്ടിട്ടുള്ളതാണ്, അതായത് ഈ 2000-2004 പീരീഡിൽ ഒരു ലോങ് ടേം പ്ലാൻ ഇട്ടിരുന്നു. അത് ഇന്ത്യയിൽ ഈ ഹോൾ ഓഫ് ഇന്ത്യയിലുള്ള പണ്ട് നിന്നിരുന്ന ഒരു ഹിന്ദു സ്പിരിച്വൽ സർക്യൂട്ട് അത് ഒരു റീകണക്ട് ചെയ്യുക, റീചാർജ് ചെയ്യുക എന്നൊക്കെ ഉള്ള ഉള്ള. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഈവൻ കാലടിയിൽ പോലും, ഫോർ എക്സാമ്പിൾ ആദിശങ്കരാചാര്യയാണ് ഇപ്പോൾ അവിടെ നോർത്തിലെ പോലെയുള്ള പല ഇതിൻ്റെയും കോഡിഫൈ ചെയ്ത അല്ലേ ഈ അഖാഡകളുടെയും ഒക്കെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് റോള് പ്ലേ ചെയ്തിരുന്നതാണ്. അപ്പോൾ ഇവിടെ കാലടിയിൽ പോലും അതേപോലെ ഒരു ആദിശങ്കര ജന്മഭൂമി ആ രീതിയിലൊന്ന് ഉയർത്തിക്കൊണ്ടുവരണം, അങ്ങനെയൊക്കെ ഒരു വലിയൊരു ബ്ലൂ പ്രിന്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അത് വാസ്തവമാണ്. ഇപ്പോൾ കേദാർനാഥിലെ വലിയൊരു സ്റ്റാച്യു ആദിശങ്കറിൻ്റെ അവിടെ ഇൻസ്റ്റാൾ ചെയ്തിരുന്നു മോദി PM പോയിട്ട്. അപ്പോൾ അതുപോലെ ഇനിയിപ്പോൾ ഈ കുംഭമേള നടത്തിയിട്ടും ചിലവർ പറയുന്നുണ്ട് അടുത്ത ഇനി കാലടിയിൽ ഇതേപോലത്തെ ഒരു ഇത് ആയിരിക്കും അടുത്ത ഒരു ഗോൾ എന്ന് പറയുന്നുണ്ട്. അത് അല്ല, ഏത് സ്ഥലത്തും, അതായത് ഇടക്കാലത്ത് ഈ കാര്യങ്ങളൊക്കെ ഇപ്പം ഇവിടേക്കും പോകണ്ട, നമ്മൾ ഭാരതപ്പുഴയുടെ ഉത്ഭവം തൊട്ട് അവസാനം വരെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സംസ്കൃതിയുടെ ഒരുപാട് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളുണ്ടായിരുന്ന ഒരു സ്ഥലമാണ് നിളയുടെ നദീതടം. ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു തന്ത്രപാരമ്പര്യം എന്ന് പറയുന്ന മലബാരം, ദിവസവും യാഗം നടന്നിരുന്ന പാഞ്ഞാൾ, കേരളത്തിൽ യുനെസ്കോക്ക് അംഗീകരിച്ച വൈദിക സംസ്കൃതിയായിരുന്ന തിരുനാവായ യോഗം, അപ്പുറത്ത് തിരുവില്ലാമല വെങ്കിച്ച സ്വാമി പഞ്ചവാദ്യം തുടങ്ങിയിരുന്ന സ്ഥലം, പല്ലാവൂർ സഹോദരങ്ങളുടെ ഗ്രാമം, വെള്ളിനേഴി കലാഗ്രാമം, കേരളത്തിൻ്റെ നളന്ത എന്ന് വിശേഷിപ്പിക്കാവുന്ന കൂടല്ലൂർ. അപ്പോൾ സംഗമഗ്രാമ മാധവൻ ഗണിതത്തിൻ്റെ സംഗമഗ്രാമം കൂടല്ലൂർ ആണെന്നുള്ള ഒരു റീഡിംഗ് ഉണ്ട്. തുഞ്ചത്തെഴുത്തച്ഛൻ്റെ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി നാരായണ എഴുതി എന്നാണ് നമുക്കറിയുക. പ്രക്രിയാ സർവസ്വം കൂടി എഴുതിയ ആളാണ്. ഏറ്റവും വലിയ വൈയാകരണനായിരുന്നു. പൂന്താനം, അങ്ങനെ ഒരുപാട് ഋഷികളുടെ തമോഭൂമി. ഇതൊന്നും ഇന്ന് അതിൻ്റേതായിട്ടുള്ള ഗൗരവത്തിലല്ല നിലനിൽക്കുന്നത്, നാമാവശേഷമാണ്. ചിലതൊക്കെ സർക്കാർ ഗ്രാൻറ്റുകൾ കൊണ്ട് ഒരു ഊർജ്ജശ്വാസം വലിച്ചു നിലനിൽക്കുന്നു എന്നുള്ള അവസ്ഥയിലൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതെല്ലാം ഒരു കാലഘട്ടത്തിൽ ഒരു ജനത, അതായത് ഈ അധിനിവേശ സംസ്കൃതിയുടെ ഒരു കാലഘട്ടത്തിൽ ആ ജനതയെ അതിൻ്റെ വേരുകളെ ശോഷിപ്പിക്കുകയോ വേരുകളിൽ നിന്ന് മുറിച്ചു മാറ്റുകയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ദൗർബല്യമാണ് ഇന്ന് സാമാജിക ശരീരത്തിൽ കാണുന്നത്. അപ്പോൾ ആ വേരുകളെ വീണ്ടെടുക്കുക, സമാജത്തിൽ അതിൻ്റെ ഒരു ഉണർവുണ്ടാകുന്ന സമയത്ത് അവനവനെ ശക്തി സംഭരിക്കാൻ വേരുകളെ ബലപ്പെടുത്തണമെന്ന് സമാജത്തിന് തോന്നും. അപ്പോൾ സമാജം അതിൻ്റെ വേരുകളെ വീണ്ടെടുക്കും. അതിനിപ്പോൾ പ്രത്യേകിച്ച് ആരെങ്കിലും ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കേണ്ട കാര്യമില്ല. അല്ല, അങ്ങനെ ഈ പല മഠങ്ങളും പലവരും ചേർന്ന് ഒരു ഡിസ്കസ് ചെയ്ത് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെന്ന് അല്ല, ഒരുപാട് പേരുടെ സങ്കല്പങ്ങൾ. ഇപ്പം ശങ്കര ജന്മഭൂമി എല്ലാ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ധർമ്മത്തിൽ നിൽക്കുന്ന എല്ലാവർക്കും ശങ്കര ജന്മഭൂമി ആ വൈശിഷ്ട്യമായിരുന്ന രീതിയിൽ പരിപാലിക്കപ്പെടണം എന്നുള്ള സങ്കല്പമുണ്ട്. അപ്പോൾ ആ സങ്കല്പവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും അവരവരുടേതായിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കും. ആ എല്ലാവരുടെയും സങ്കല്പങ്ങൾ കൂടിച്ചേർന്ന് ഒരു സമയം ഉണ്ടാകുമ്പോൾ അത് യാഥാർത്ഥ്യമായിട്ട് ആരിലൂടെയെങ്കിലും പ്രകാശിതമാകും. പാസ് ഓഫ് നോ അങ്ങനെ ഒരു കാലടി കേന്ദ്രീകരിച്ച് അങ്ങനെ ഒരു പ്ലാനോ ഒന്നുമില്ല. അല്ല, ഒരുപാട് പേർക്കുണ്ട്. ശൃംഗേരിക്കുണ്ട്, നമുക്കുണ്ട്, ഒരുപാട് പേർക്കുണ്ട്. കാലടിയുടെ പ്രൗഢിയെ വീണ്ടെടുക്കണം. അത് ശങ്കരാചാര്യ സ്വാമികളുടെ ഒരു ജന്മസ്ഥലം എന്നുള്ളത് അത് അതിൻ്റേതായിട്ടുള്ള ഒരു ബഹുമാന്യതയോടുകൂടി ആദരവോടുകൂടി പരിപാലിപ്പിക്കപ്പെടുന്ന ഒരു ഇതുണ്ടാവണം എന്നുള്ള സങ്കല്പം നമുക്കുണ്ട്. ഭാരതത്തിലെ മുഴുവൻ ആചാര്യന്മാർക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. തിരുനാവായയിലൊക്കെ നടത്തിയ പോലെ കാലടിയിലും ഇതേപോലെ തിരുനാവായ നടത്തിയ പോലെ കാലടിയിൽ നടത്താൻ പറ്റില്ല. അതുപോലെ ഞാൻ ഉദ്ദേശിക്കുന്ന അതുപോലത്തെ ഒരു അല്ല, അത് എല്ലാ ധാർമ്മിക കേന്ദ്രങ്ങളും അതുപോലെ കൂടല്ലൂർ കളരി വളർന്നു വരണം, തിരുനാവായ യോഗം അതുപോലെ ഇത് റിവൈവ് ചെയ്യണം. ഈ കേരളത്തിൻ്റെ മേളം, കേരളത്തിൻ്റെ അനുഷ്ഠാനങ്ങൾ, കേരളത്തിൻ്റെ കലാരൂപങ്ങൾ എല്ലാം ആ ഒരു പഴയ പ്രൗഢിയെ വീണ്ടെടുക്കണം, ആ സംസ്കൃതിയെ വീണ്ടെടുക്കണം. അതൊരു പാറ്റേൺ പോലെ ഇപ്പൊ തോന്നുന്നല്ലോ സ്വാമിജി. എന്ന് വെച്ചാൽ നേരത്തെ ഇദ്ദേഹം പറഞ്ഞ ഒരു ഭജൻ ഒരു അല്ല, അത് എപ്പോഴും, അതായത് ദീർഘകാലത്തെ ഒരു അധിനിവേശ സംസ്കൃതിയുടെ അടിച്ചമർത്തലായിരുന്നു ഈ സംസ്കൃതി. ആ സംസ്കൃതി സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് വീണ്ടും ആ രോഗശയ്യയിൽ നിന്ന് എണീറ്റ് നടന്നു തുടങ്ങിയത്. കുറച്ച് ഉഴിച്ചിലും പിഴിച്ചിലും തിരുമ്മലും ഫിസിയോതെറാപ്പിയും ഒക്കെ കഴിഞ്ഞ് 47 വർഷം അല്ല 70 വർഷത്തോളം
കഴിഞ്ഞിട്ടാണ് അത് തുടങ്ങുന്നത്. 1000-ലധികം വർഷങ്ങളാണ് ഈ അധിനിവേശ സംസ്കൃതിയുടെ കീഴിലുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ധാർമ്മികമായിട്ടുള്ളൊരു ഭരണ സംവിധാനമല്ല വന്നത് എന്നുള്ളത് കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരമ്പരാഗതമായിട്ട് വന്നിരുന്ന എല്ലാ അറിവുകളും അതിൻ്റെ സ്രോതസ്സുകളിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടു. നേരത്തെ പറഞ്ഞ വേലൻ മണ്ണാൻ സമുദായങ്ങളിൽ നിന്നൊക്കെ വൈദ്യത്തെ വിച്ഛേദിക്കപ്പെട്ടു, മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് എഞ്ചിനീയർ മേഖലയെ വിച്ഛേദിക്കപ്പെട്ടു. അങ്ങനെ ഓരോ സംഗതികളും ആ അറിവുകൾ മുഴുവൻ വളരെ ദുർബലമായി, അല്ലെങ്കിൽ ആ പരമ്പരകളിൽ നിന്ന് വളരെ ദുർബലമായി മാറി. അപ്പോൾ അവരൊക്കെ വാർക്കപ്പണിക്കും സിമെൻറ്റ് പണിക്കും ഒക്കെ പോകുന്ന അവസ്ഥയിലേക്കായി. അപ്പോൾ അതിനെയൊക്കെ തിരിച്ച് ആ അറിവുകളെ അതായത് നിലവിൽ നിൽക്കുന്ന ആധുനിക കാലത്തെ അറിവുകളും പൗരാണികമായിട്ട് ഈ മണ്ണ് തുടർന്നു വന്ന അറിവുകളും ഇത് രണ്ടിനെയും കോർത്തിണക്കുക എന്ന് പറയുന്ന ഒരു സംഭവം കൊടുക്കാൻ സമയമെടുക്കും. ഈ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്തും ഒരു ധാർമ്മിക് അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ആ വ്യവസ്ഥ വന്നത് ധാർമ്മിക അഡ്മിനിസ്ട്രേഷൻ്റെ രൂപത്തിലായിരുന്നില്ല. ധർമ്മത്തിനായിരുന്നില്ല പ്രാധാന്യം, നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയത്തിനായിരുന്നു പ്രാധാന്യം. അല്ല സ്വാമിജി, ഇപ്പോൾ തന്നെ ഈ കേരളത്തിലും ക്ഷേത്രം സംബന്ധിച്ച് ഒരുപാട് കോൺട്രഡിക്ഷൻസും കോൺട്രവേഴ്സീസും വരുന്നുണ്ട്. ഇപ്പോൾ വൺ ഓഫ് ദി സൊല്യൂഷൻസ് ദാറ്റ് വാസ് പുട്ട് ഫോർവേഡ്, ദാറ്റ് ഈസ് ഗോയിങ് ഓൺ ഈവൻ നൗ, ഈസ് ദാറ്റ് ദി ടെമ്പിൾസ് ഷുഡ് ബി അണ്ടർ ദി കൺട്രോൾ ഓഫ് ഹിന്ദുസ്. അതിനുവേണ്ടി ഇവിടെ കേരളം മാത്രമല്ല പുറത്ത് തമിഴ്നാട്ടിലുമൊക്കെ ആ മൂവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇത് അതിനോട് സ്വാമിജി എങ്ങനെ പ്രതികരിക്കുന്നു? ഒന്ന്. രണ്ടാമത്, ആ ഒരു ട്രസ്റ്റ് നോർമൽ മനുഷ്യരുടെ കീഴിൽ ആവാണ്ട് താങ്കളെ പോലെയുള്ള ആചാര്യന്മാരുടെയോ സന്യാസികളുടെയോ കീഴിലാണെങ്കിൽ അത് എത്രത്തോളം ഫലപ്രദമാകും? ഇതിൽ എപ്പോഴും നിങ്ങൾക്ക് ഒരു സർക്കാർ സംവിധാനത്തെ, അതായത് ഈ രാജ്യം ഭരിക്കുന്ന സംവിധാനത്തെ ഈ രാജ്യത്തെ ജനതയ്ക്ക് തിരഞ്ഞെടുക്കാം, കൊണ്ടു നടക്കാം എന്ന് പറ്റുമ്പോൾ ഒരു ക്ഷേത്രത്തിന് ആര് ഭരിക്കണമെന്ന് അവിടുത്തെ വിശ്വാസികൾക്ക് തീരുമാനിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ഒരു വൈരുദ്ധ്യം തന്നെയാണ്. പൊളിറ്റീഷ്യൻസ് അത് കൈകാര്യം ചെയ്യുമ്പോൾ, അതായത് ക്ഷേത്രവിശ്വാസം ഇല്ലാത്ത ആൾക്കാർ അതായത് ഇപ്പോൾ LDF ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത്. മാടായിക്കാവിലെ മടയൻ LDF അനുഭവമുള്ള ആളാണ്. ആളെ മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാക്കിയാൽ നമ്മളാരും അതിനെ ചോദ്യം ചെയ്യില്ല. പക്ഷെ ജീവിതത്തിലൊരു ചന്ദനക്കുറി കൂടാത്ത, ഒരു ക്ഷേത്രത്തിൽ കയറാത്ത, CPM ഏരിയ സെക്രട്ടറി ആയി അതുവരെ ഇരുന്ന് ആളെ ഇനിയിപ്പോൾ അടുത്തും പറ്റാൻ വേണ്ടിയിട്ടുള്ള ആളുകൾക്ക് കാറും മൊബൈലും സംവിധാനങ്ങളും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യമായിട്ട് ഇതിനെ മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിൽ വൈകാരികമായും വിചാരപരമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാവും. അപ്പം ഏത് മണ്ഡലത്തിലാണെങ്കിലും ആ മണ്ഡലത്തിലെ ആചാര്യന്മാരെയാണ് അതിൻ്റെ നേതൃത്വത്തിലേക്ക് നയിക്കുന്നത് എന്നുണ്ടെങ്കിൽ അപ്പോഴും അതിൽ നേരത്തെ പറഞ്ഞ ജനായത്തപരമായിട്ടുള്ളൊരു സംഗതി ഉണ്ട്. ആര് തീരുമാനിക്കുന്നു ആ തീരുമാനം എന്നുള്ളൊരു സംഗതി ഉണ്ട്. എന്നാൽ പോലും ആ തീരുമാനത്തെ സാധൂകരിക്കപ്പെടും. ആ മണ്ഡലത്തിൽ നിന്ന് തന്നെയുള്ള ഒരു ആചാര്യനാണ് വരണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദിവസവും ഒരു ക്ഷേത്രത്തിൻ്റെ ചുമതല വഹിക്കുക, ആ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹിയായിരിക്കുക, ആ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ നടത്തുക ഒക്കെ ചെയ്യുന്ന ഒരാളാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, ഇത് അതുവരെ ഒരു CPMൻ്റെ ഏരിയ സെക്രട്ടറിയോ ജില്ലാ കമ്മിറ്റി മെമ്പറോ ജില്ലാ ഭാരവാഹിയോ ഒക്കെ വരുന്ന ഒരാൾ അന്നും ഇതുവരെയും കുറി തൊട്ടിട്ടില്ല, അതിന് ശേഷം ഒരു കുറി തൊട്ടിട്ടില്ല, ഒരു അമ്പലത്തിൽ പോയിട്ടില്ല, തൊഴുത് പ്രാർത്ഥിച്ചിട്ടില്ല. അപ്പം ഇതിൻ്റെ അധികാരികളാരും അമ്പലത്തിലേക്ക് വരണം. ഇപ്പോൾ ദേവസ്വം മന്ത്രി ക്ഷേത്രത്തിൽ വന്ന് തൊഴണമെന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ ക്ഷേത്രത്തിൻ്റെ നടയിൽ മുമ്പിൽ വന്നാൽ തൊഴൽ എന്നുള്ളത് ധർമ്മമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഓഫീസിലിരുന്നാൽ മതി. നിങ്ങളെ നടക്കി മുമ്പിലേക്ക് ആരും വിളിക്കുന്നില്ല. നടക്കി മുമ്പിൽ വന്നില്ല എന്നുള്ളതുകൊണ്ട് ആർക്കും ഒരു പരാതിയില്ല, വിഷമവുമില്ല. കാരണം ഇത് ചാർവാകന്മാർ ഒരുപാട് പേര് ആചാര്യന്മാർ ഋഷിമാരായിട്ടുണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ മുമ്പിൽ വന്നു നിന്നാൽ അവിടെ കാണിക്കേണ്ട മര്യാദ കാണിക്കണം. അപ്പോൾ ഇത് ഗവൺമെൻറ് കൺട്രോളിൽ നിന്ന് മാറണം, വിശ്വാസികളുടെ കൺട്രോളിൽ വരണം എന്നാണോ സ്വാമിജി? തീർച്ചയായിട്ടും. അതുപോലെ ഈ ക്ഷേത്ര ജീവനക്കാർ ഇപ്പം വന്ന വലിയൊരു വിമർശനം വന്നിട്ടുള്ളതാണ്. ക്ഷേത്ര ജീവനക്കാർ വിശ്വാസമില്ലാത്ത ആൾക്കാരെ നിയമിക്കുന്നത്, പാർട്ടിക്കാർ ജീവനക്കാരാവുന്ന, അവരുടെ യൂണിയൻ, ക്ഷേത്രങ്ങളിലെ യൂണിയൻ ഉണ്ടാവുന്നു. അപ്പം അതിനെക്കുറിച്ച് ഇപ്പോൾ ഈ ക്ഷേത്രം എന്ന് പറയുന്നതൊക്കെ ആചാരപരമായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പം ക്ഷേത്രമായിക്കോട്ടെ, ഇവൻ ദേശമായിക്കോട്ടെ, ക്ഷേത്രമായിക്കോട്ടെ, യജ്ഞമായിക്കോട്ടെ, അതിൽ സുപ്രധാനമായിട്ടുള്ള സ്ഥാനമാണ് യജമാനൻ്റെ. യജമാനനാണ് ക്ഷേത്രത്തെ നയിക്കേണ്ടത്. ആചാര്യനെ നിശ്ചയിക്കേണ്ടത് പോലും യജമാനൻ്റെ ധർമ്മമാണ്. ആ ക്ഷേത്രത്തിനെ കൊണ്ടു നടക്കേണ്ടത് യജമാനൻ്റെ ധർമ്മമാണ്. ഇന്ന് ക്ഷേത്രത്തിലുള്ള സംഭവം യജമാനനില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പ്രധാനപ്പെട്ട ചടങ്ങുകൾക്ക് പോലും അവിടെയുള്ള കഴകക്കാരോ മറ്റുള്ളവരോ ആണ് ആചാര്യഭരണം എന്ന് പറയുന്ന ചടങ്ങ് പോലും നടത്തുന്നത്.
അപ്പോൾ യജമാനൻ ക്ഷേത്രത്തിന്, യാഗത്തിന്, യജ്ഞത്തിന് ഒക്കെ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ആൾ, ആചാര്യന് മുമ്പ് അനിവാര്യമായിട്ടുള്ള ആൾ യജമാനനാണ്. ഇപ്പോൾ തലയില്ലാത്ത ശരീരം പോലെയാണ് ഇന്ന് ഈ വ്യവസ്ഥ മുഴുവൻ നിലനിൽക്കുന്നത്. അതിന് എല്ലാ തകരാറും അവിടെ ഉണ്ടാവും. ഈ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ നമ്പൂതിരിമാരായിട്ടല്ലാത്ത പുരോഹിതന്മാർ ലൈക്ക് പ്രീസ്റ്റുകളുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ഈ അടുത്ത് തന്നെ ഈ കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ കഴകത്തിൽ താഴ്ന്ന ജാതി എന്ന് പറയപ്പെടുന്ന ഒരു ജാതിയിൽ നിന്ന് ഒരു വ്യക്തിനെ എടുത്തു എന്ന് പറഞ്ഞാൽ വളരെ വലിയ വിവാദമായി. ഇവരുടെ ഒരു ബുള്ളിങ് സഹിക്കാൻ മേലാതെ അദ്ദേഹത്തിന് രാജിവെച്ച് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായി. അതിനെക്കുറിച്ച് മറ്റ് ജാതിയിൽപ്പെട്ട ആൾക്കാർ അത്രയും നാളും പിന്തുടർന്നു വരുന്ന ഒരു ജാതിക്കാർ മാത്രം ഉണ്ടായിരുന്ന ഒരു സ്ഥലത്തേക്ക് വന്നു പെടുമ്പോൾ അത് വിശ്വാസത്തിൻ്റെ പ്രശ്നമാണോ അതോ ജാതിയുടെ പ്രശ്നമാണോ? രണ്ട് തരത്തിലാണ്. ഒന്ന്, ഇപ്പം കൂടൽമാണിക്യത്തിലെ വിഷയം എന്താണെന്നുള്ളതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങൾ എനിക്കറിയില്ല. ഇപ്പം ഇങ്ങനെ പറയുന്നു എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. ചില സ്ഥലങ്ങളിൽ ചില ആളുകൾക്ക് ചില പാരമ്പര്യങ്ങൾക്ക് അവകാശങ്ങളുണ്ടാവും. ആ പാരമ്പര്യ അവകാശം എന്ന് പറയുന്നത് കാരണം പല ക്ഷേത്രങ്ങളും കുടുംബ ക്ഷേത്രങ്ങളോ പരദേവതാ ക്ഷേത്രങ്ങളോ ഒക്കെ ആയിരിക്കും. ആ ക്ഷേത്രം വലുതായി കഴിഞ്ഞപ്പോൾ ദേവസ്വം ബോർഡ് പിടിച്ചെടുക്കുന്നതായിരിക്കും. അപ്പോൾ ആ കുടുംബത്തിൻ്റെ ദേവതയാണല്ലോ. അതായത് കുടുംബ ദേവത ഒരിക്കലും ദേശദേവതയല്ല. അപ്പോൾ അത് ദേവസ്വം ബോർഡ് പിടിച്ചെടുക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പാരമ്പര്യവും കാര്യങ്ങളുമൊക്കെ വേറൊരു വിഷയമാണ്. രണ്ടാമത്, യാതൊരു തരത്തിലുള്ള സാമുദായിക ഭേദമില്ല. കേരളത്തിൽ ഇന്നിപ്പോൾ നമ്പൂതിരി സമുദായത്തിൽപ്പെട്ട് പൂജിക്കുന്ന പല ആളുകളും പഴയ കാലത്ത് മറ്റുള്ള സമുദായങ്ങളിലുള്ള ആളുകൾ പൂജിച്ചിരുന്നതാണ്. പല ക്ഷേത്രങ്ങളും. ഇനി നാളെ ഇത് മാറാം. അപ്പോൾ സമുദായം ഇതിലൊരു വിഷയമേ അല്ല. നിങ്ങൾക്ക് ശാസ്ത്രം പഠിച്ചിട്ടുണ്ടോ, അതിൽ ആചാരശുദ്ധി ഉണ്ടോ, നിഷ്ഠയുണ്ടോ എന്നുള്ളതാണ് വിഷയം. നമ്പൂതിരി ആകണമെന്നില്ല പൂജ ചെയ്യാനായിട്ട്. പൂജ ചെയ്യാൻ ഏത് സമുദായത്തിലും ഏത് ഇതിലാണെങ്കിലും. ഇപ്പോൾ നിങ്ങൾ മാഘത്തിൽ കണ്ടതല്ലേ, എല്ലാ പരമ്പരകളിലെയും ആചാര്യന്മാർ വന്ന് പൂജ ചെയ്തത്. ഇന്ന പൂജകൾ ചെയ്യാൻ ഇന്ന സമുദായം അങ്ങനെ ഉണ്ടോ? അല്ല, എല്ലാ പൂജകളും അതിൽ പല പൂജകൾ. ഇപ്പോൾ സുബ്രഹ്മണ്യ പൂജ നിങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ വേറെ കാണാം. ഇവിടെ ശ്രീനാരായണ ഗുരുദേവൻ്റെ പാരമ്പര്യത്തിൽപ്പെട്ട ഒരാളാണ് അവിടെ പൂജ ചെയ്തത്. ദേവി പൂജ ചെയ്തത് മറ്റൊരു പാരമ്പര്യത്തിൽപ്പെട്ട ആളാണ്. അങ്ങനെ ഓരോ അതേസമയം പൊതുവിൽ വേറൊരു തരത്തിൽ ചിന്തിക്കുന്ന ചാത്തൻ പൂജ ചെയ്തത് നമ്പൂതിരി സമുദായത്തിൽപ്പെട്ട ആളാണ് അവിടെ. പൊതുവിൽ കേരളത്തിൽ ചാത്തൻ പൂജ ചെയ്യുന്നത് മറ്റ് പല സമുദായങ്ങളിൽപ്പെട്ട ആളാണെങ്കിൽ അവിടെ ചാത്തൻ പൂജ ചെയ്തത് നമ്പൂതിരി സമുദായത്തിൽപ്പെട്ട ആളാണ്. ഈ ടെമ്പിൾസ് എല്ലാം ഏറ്റെടുക്കാനായിട്ട് ഡിവോട്ടീസിൻ്റെ കൈ പോകണം എന്നല്ലേ സ്വാമിജി പറഞ്ഞത്? അതിനുവേണ്ടി മൂവ്മെന്റ് എന്തെങ്കിലും അഖാഡകൾ എടുക്കുന്നുണ്ടോ? അല്ല, ഒന്ന് അഖാഡകളെ സംബന്ധിച്ചിടത്തോളം അഖാഡകളുടെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. അത് അഖാഡകൾ തന്നെയാണ് കൊണ്ടു നടക്കുന്നത്. അപ്പോൾ ഈ ദക്ഷിണ ഭാരതത്തിലാണ് ഈ ഒരു പ്രശ്നം വളരെ കൂടുതലായിട്ടുള്ളത്. ദക്ഷിണ ഭാരതത്തിൽ ഇതുവരെ അഖാഡകളുടെ അങ്ങനെ ഒരു പ്രവർത്തനമോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് സാമാജികമായിട്ട് നിരവധി ആളുകൾ അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ആ ശ്രമങ്ങളോടൊപ്പം നമ്മളും ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. നമ്മളിപ്പോൾ പ്രത്യേകമായിട്ട് അതിനകത്ത് എന്തെങ്കിലും ചെയ്യേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം ദക്ഷിണ ഭാരതത്തിൽ അഖാഡകളുടെ പ്രഭാവം കുറവാണെന്ന് പറഞ്ഞില്ലേ? കഴിഞ്ഞ വർഷമാണ് ജൂൺ അഖാഡ എത്രയോ കൊല്ലം പഴക്കമുള്ള ഒരു സന്യാസി സമൂഹമാണ്, 2000 കൊല്ലത്തിന് മേലെ. പക്ഷേ കഴിഞ്ഞ വർഷമാണ് കേരളത്തിനായിട്ടൊരു മഹാമണ്ഡലേശ്വരനെ നിയമിച്ചത്. അതെന്താ അങ്ങനെ? അത് കഴിഞ്ഞതിന് ശേഷമാണ് ഒരുപാട് ചേഞ്ചസ് ഇവിടെ വന്നത്. അപ്പോൾ അത് ആ ഒരു ചോയ്സിനെ കുറിച്ച് ഈ സമയത്ത് അതിൻ്റെ കാരണം അല്ല, അത് കാലവും പ്രകൃതിയും ഒക്കെ അതിനൊരു സമയമാവുന്നുള്ള. പഴയ കാലത്ത് നമ്മളുടെ രേഖകളിലൊക്കെ ദക്ഷിണ ഭാരതത്തിലും അഖാഡകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കുംഭമേളകളിലാണെന്നൊക്കെ ഇന്ന് ഈ കമ്മ്യൂണിക്കേഷനോ മറ്റുള്ള കാര്യങ്ങളോ യാത്രാ സൗകര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളത് കുംഭമേളകളിൽ എല്ലാവരും കൂടിച്ചേരും. ഈ മുഗൾ ആക്രമണവും ബ്രിട്ടീഷ് ആക്രമണവും ഒക്കെ നിരന്തരം നടന്നിരുന്നത് കൊണ്ട് ഒരു കുംഭമേള കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള എല്ലാവരും തന്നെ ആ യുദ്ധസമാനമായ സാഹചര്യമുള്ള സ്ഥലത്തേക്ക് പോവുക എന്ന് പറയുന്ന ഒരു രീതി പഴയ കാലത്തുണ്ടായി. ദക്ഷിണ ഭാരതത്തിലെന്ന് പറഞ്ഞാൽ അത്ര ദീർഘമായിട്ടുള്ള ഒരു സായുധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഹിന്ദുധർമ്മം അഭിമുഖീകരിച്ചിട്ടില്ല. കാരണം ഇപ്പോൾ ടിപ്പു സുൽത്താൻ്റെ കാലം അല്ലെങ്കിൽ ഹൈദരാലിയുടെ കാലം എന്നൊക്കെ പറയുന്നത് കുറച്ച് മാസങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു ആക്രമണമോ കാര്യങ്ങളൊക്കെ ഒരു ദീർഘകാലമായ കാലത്തേക്കുള്ള ഇതൊന്നും ആയിരുന്നില്ല. അപ്പം അതുകൊണ്ടാണ് ഉത്തരഭാരതത്തിൽ അത് കേന്ദ്രീകരിക്കപ്പെട്ടത്. പിന്നെ ദക്ഷിണ ഭാരതത്തിൽ നിന്നുള്ള സാധു സന്ത് മഹാത്മാക്കൾ അഖാഡയുടെ ഭാഗമാകലൊക്കെ വളരെ കുറവായിരുന്നു. വന്നവർ തന്നെ ഇവിടെ നിന്ന് കാൽനടയായിട്ട് അവിടെ എത്തി. പിന്നെ അവിടെ തന്നെ ജീവിക്കുകയായിരുന്നു. കാശിയിലും വാരണാസിയിലും ഒക്കെ ജീവിക്കുകയായിരുന്നു. കേരളത്തിലേക്ക് വരലുണ്ടായിരുന്നില്ല. പക്ഷെ മാറിയ കാലഘട്ടത്തിൽ പലപ്പോഴും ധർമ്മം നശിക്കട്ടെ എന്നൊക്കെ അധികാരികൾ പറയുന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് അഖാഡകളിലെയും ഗുരുമൂർത്തിമാർ ദക്ഷിണ ഭാരതത്തിലും അഖാഡകളുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കണമെന്ന് ആലോചിക്കും. കേരളത്തിൽ കൂടുതൽ ഇത് ആക്ടിവിറ്റീസ്
ശങ്കര ജന്മഭൂമി എന്നുള്ള നിലയിൽ എല്ലാ പരമ്പരകൾക്കും വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമായതുകൊണ്ട്. അല്ല, കേരളത്തിലെ അഖാഡയുടെ ആക്ടിവിറ്റീസ് ഒക്കെ ഇനിയും കുറച്ചുകൂടെ ആക്റ്റീവ് തീർച്ചയായിട്ടും ആയിരിക്കും വരും ദിവസം. അതെ, വരും ദിവസം, വരും കാലത്ത്. പക്ഷെ ഇവിടുത്തെക്കാളിലും അതിന്റെ ആവശ്യം, അത്തരം ഒരു തിരുത്തലിന്റെ ആവശ്യം തമിഴ്നാട്ടിലല്ലേ? അതായത് സനാതന ധർമ്മം ഒരു രോഗമാണ് എന്ന് പറയുന്ന ഒരു സർക്കാർ ഭരിക്കുന്ന ഒരു സ്ഥലത്തല്ലേ? അല്ല, പൊതുവിൽ ദക്ഷിണ ഭാരതം പൂർണ്ണമായിട്ടെന്ന് പറയാം, തമിഴ്നാട് എന്നുള്ള നിലയ്ക്കല്ല. കാരണം കേരളത്തെ ഇപ്പോൾ അങ്ങനെ ഒരു വലിയ സ്ഥലമായിട്ടൊന്നും പറയാനില്ല, അകത്രല്ലേ ഉള്ളൂ, ഇത്ര ആളുകളേ ഉള്ളൂ. അപ്പോൾ ദക്ഷിണ ഭാരതം പൂർണ്ണമായിട്ട് എന്നുള്ള നിലയ്ക്ക് പറയാം. അതിൽ തമിഴ്നാട്ടിൽ പക്ഷേ കുറച്ചുകൂടി വ്യത്യസ്തതയുള്ളത്, ഭരണാധികാരികൾ എന്ത് പറഞ്ഞാലും അവിടുത്തെ ജനങ്ങൾ അവിടുത്തെ ആചാരങ്ങളിൽ നിന്ന്, അനുഷ്ഠാനങ്ങളിൽ നിന്ന് വല്ലാതെ വ്യതിചലിക്കാത്ത ഒരു സമൂഹമാണ്. അവരവരുടേതായിട്ടുള്ള ആചരണങ്ങളിൽ നിന്ന് ഇപ്പോഴും വല്ലാതെ, ഇപ്പം നിങ്ങൾ ഏത് ദേശത്ത് താമസിച്ചാലും തമിഴ്നാട്ടിലൊരാൾ തമിഴാണ് വീട്ടിൽ സംസാരിക്കുക. കേരളത്തിൽ നിന്ന് അത് മാറിപ്പോയി എന്നാണോ സ്വാമിജി? കേരളത്തിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. പഴയ കാലത്തെ കേരളത്തിനെ കുറിച്ചിട്ട് നിങ്ങളൊരു ചിത്രം വരയ്ക്കാൻ ഒരാളോട് പറഞ്ഞാൽ, പഴയ കാലത്ത് എല്ലാവരും വരയ്ക്കുക, വൈകിട്ടത്തെ ഒരു ചിത്രം വരയ്ക്കാൻ പറഞ്ഞാൽ വീടിൻ്റെ മുമ്പിൽ വിളക്ക് കത്തിച്ച് വെച്ചിരുന്ന് എല്ലാവരും ചേർന്നിരുന്ന് നാമം ജപിക്കുന്നതായിരിക്കും. ഇന്ന് അങ്ങനത്തെ ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഞാൻ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട്ടിൽ ആ ഒരു ആചരണം എല്ലാവരിലും ഉണ്ട്. ഈ തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ അവർ പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നത് ദ്രാവിഡ സംസ്കാരത്തിനെയാണ്. ഈ ദ്രാവിഡ, അത് DMK ആണെങ്കിലും DMK ഒരു കാലഘട്ടം വരെയും ഈ ദ്രാവിഡ സംസ്കാരത്തിനെ ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ ദ്രാവിഡ സംസ്കാരം ഹിന്ദു ധർമ്മത്തിനെതിരാണ്, അങ്ങനെ എന്തെങ്കിലും ചിന്തയുണ്ടോ? ഒന്ന്, പ്രണവത്തിന് ലിപിയുള്ളത്, നമ്മളൊക്കെ മലയാളത്തിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഓകാരം തന്നെ ദീർഘമിട്ടിട്ട് അനുസ്വാരം ചേർത്ത് എഴുതുക ചെയ്യുക. സംസ്കൃതത്തിലാണെങ്കിൽ അതിന് പ്രത്യേക ലിപിയുണ്ട്. പ്രണവത്തിന് പ്രത്യേക ലിപിയുള്ള രണ്ടാമത്തെ ഇത് തമിഴാണ്. നിങ്ങളെല്ലാ ഇതിലും കണ്ടിട്ടുണ്ടാവും വേലൊക്കെ വച്ചിരിക്കുന്നത് പ്രണവത്തിന് ലിപിയുള്ളത്. പിന്നെ തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങൾ, ശിവക്ഷേത്രങ്ങൾ, വിഷ്ണു ക്ഷേത്രങ്ങൾ, കാർത്തികസ്വാമി ക്ഷേത്രങ്ങൾ, അപ്പോൾ എല്ലാം ഈ പൂർണ്ണമായിട്ടുമുള്ള ഹിന്ദു സംസ്കൃതിയുമായിട്ട് ഇഴുകിച്ചേർന്നും അഭേദ്യമായും കിടക്കുന്നതാണ്. 4 ധാമങ്ങളിൽ ഒന്ന് രാമേശ്വരമാണ്. വൈഷ്ണവ തിരുപ്പതികളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ദിവ്യ ക്ഷേത്രങ്ങൾ എന്ന് പറയും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശ്രീരംഗമാണ്, തമിഴ്നാട്ടിലാണ്. അയോധ്യ, അങ്ങനെ ഇവിടെ വരെയുണ്ട്, നമ്മുടെ നേപ്പാൾ വരെയുണ്ട്. പിന്നെ നമ്മൾ സപ്തഭൂമി, ഹരിദ്വാർ, കാശി, അവന്തിക, അങ്ങനെ സപ്തപുരികളെക്കുറിച്ച് പറയും. അതിൽ ദക്ഷിണ ഭാരതത്തിൽ കാഞ്ചിയാണ്. പഞ്ചസരോവരത്തിൽ പമ്പാ സരോവർ ഹംപിയാണ്. അങ്ങനെ ഒരുപാട് നിരന്തരം ബന്ധപ്പെട്ട്, ഇപ്പോൾ ഭാരതപ്പുഴ, ഭാരതത്തിൽ ഭാരതത്തിൻ്റെ പേരിലുള്ള ഏക നദിയാണ് തമിഴ്നാട്ടിൽ തുടങ്ങി കേരളത്തിൽ അവസാനിക്കുന്ന ഭാരതപ്പുഴ. അപ്പോൾ ഹിന്ദു സംസ്കൃതിയുമായി, സനാതന സംസ്കൃതിയുമായി, ഭാരതം എന്ന സാംസ്കാരിക ദേശീയതയുമായി മുറിച്ചു മാറ്റാനാവാത്ത വിധം, അകന്നു പോകാനാകാത്ത വിധം, ഒരു വിടവ് പോലും ഇല്ലാത്ത വിധം ബന്ധപ്പെട്ടതാണ് ഈ ദ്രാവിഡ ദേശവും. പിന്നെ എന്തുകൊണ്ടാണ് തമിഴ്നാട്ടിൽ ഈ ഒരു പ്രശ്നം വരുന്നത്? എനിക്ക് തോന്നിയിട്ടുള്ളത് കേരളത്തിലേക്കാട്ടി കൂടുതൽ വിശ്വാസികളുള്ള തമിഴ്നാട്ടിലാണ്. തീർച്ചയായിട്ടും. ശബരിമലയിൽ ഏറ്റവും കൂടുതൽ വരുന്ന വിശ്വാസികൾ തമിഴ്നാട്ടിൽ നിന്നാണ്. പിന്നെ എന്തുകൊണ്ടാണ് തമിഴ്നാട്ടിൽ ഈ പ്രശ്നം വരുന്നത്? രാഷ്ട്രീയം. സ്വാമിജി, അങ്ങനെ നോക്കുമ്പോൾ ഈ ആര്യൻ ദ്രാവിഡന്റെ കാര്യം പറഞ്ഞല്ലോ, ആ ഒരു ഡിവൈഡിനെ കുറിച്ച് എന്താ സ്വാമിജി കുറച്ച് മുമ്പ് പറഞ്ഞതിൽ? ആര്യൻ എന്ന് പറഞ്ഞാൽ നോബിൾ ഓഫ് ദ ക്രീഡ്, ദ്രാവിഡ ദേശമാണ്. അതല്ല, ദ്രാവിഡ ദേശം എന്നുള്ളതേ ഉള്ളൂ. കേരള ദേശം, ദ്രാവിഡ ദേശം, കാശ്മീര ദേശം എന്നൊക്കെ പറയുന്നത് അതൊന്നും വംശമല്ല, വംശീയമല്ല. അങ്ങനെ ഒരു വംശ അധിനിവേശം ഉണ്ടായിട്ടുണ്ടോ ആര്യൻ? അത് ഈ ആര്യൻ അധിനിവേശം എന്നൊക്കെ പറഞ്ഞിരുന്ന ചരിത്രകാരന്മാർ തന്നെ അതിനെ, റമീല താപ്പർ അടക്കമുള്ള ആളുകൾ അത് തെളിവില്ലാതെ ഞാൻ പറഞ്ഞു പോയതാണെന്ന് തള്ളി പറഞ്ഞല്ലോ. അവരുടെ പുസ്തകങ്ങളൊക്കെ ഇപ്പോഴും പഴയ പുസ്തകങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവസാന കാലത്ത് ഇതിനൊന്നും എനിക്ക് യാതൊരു തെളിവില്ല എന്ന് അവർ തന്നെ തള്ളി പറഞ്ഞല്ലോ. അപ്പം അതൊന്നും, ഈ ദ്രാവിഡവും കേരളവും ഒക്കെ ദേശങ്ങളാണ്. കാശ്മീരം, ഗാന്ധാരം എന്നൊക്കെ പറയുന്ന ദേശങ്ങളൊക്കെ പറയുന്നത്. അതൊന്നും വംശീയമല്ല. സംസ്കാരം എന്ന് പറയുന്നത് ഒരു ചരഗതിക്കനുസരിച്ച് സംസ്കാരം, 40 കിലോമീറ്ററിൽ സംസ്കാരം മാറും, ഭാഷ മാറും, രുചി മാറും, നിങ്ങളുടെ ജീവിതശൈലി മാറും. പഴയ കാലത്ത് ഒരു ദിവസം കൊണ്ട് നടന്നെത്താവുന്ന ദൂരമാണ് 40 കിലോമീറ്റർ, ഒരു ചരഗതി. ആ ചരഗതിയിലും മാറും. ഇപ്പോൾ കോഴിക്കോട്ടുകാർ സംസാരിക്കുന്ന പോലെയല്ല തൃശ്ശൂർക്കാർ സംസാരിക്കുക, തൃശ്ശൂർക്കാർ സംസാരിക്കുന്ന പോലെയല്ല എറണാകുളംകാർ സംസാരിക്കുക.
അപ്പം അത്തരം മാറ്റങ്ങൾ ഓരോന്നിലും ഉണ്ടാവും. ഈ ഭാഷയിലുള്ള ഡിബേറ്റ് ഇപ്പം ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ടല്ലോ, പ്രത്യേകിച്ചും തമിഴ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ വരെ അതിലൊരു വിഷയം ഉണ്ടായിരുന്നു. തമിഴ് നോർത്ത് ഇന്ത്യൻസ്, അതായത് ഹിന്ദി സംസാരിക്കുന്ന ആൾക്കാർ തമിഴരെ ഉയർത്തിക്കാട്ടുന്നു, അല്ല ഒരു ഹിന്ദി എന്താ പറയുക അടിച്ചേൽപ്പിക്കുന്നു എന്ന തരത്തിൽ വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് എന്താണ് പറയുക? ഓരോ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുന്നത് പോലെ അല്ലേ? അല്ല, ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തമിഴ് ഭാഷ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞത് EV രാമസ്വാമി നായ്ക്കര. EV രാമസ്വാമി നായ്ക്കരുടെ ഒരു വാചകമാണ്, ഭിക്ഷ എടുക്കാൻ പോലും തമിഴ് ഭാഷ കൊള്ളില്ല, അത് പഠിച്ചിട്ട് എന്താ പ്രയോജനം എന്ന്. ആ കാര്യത്തിലൊക്കെ വ്യത്യാസം, നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഷയാണ് തമിഴ് എന്ന് പറയുന്നത്. അല്ല അതിന്, അതായത് രാമസ്വാമി നായ്ക്കർ ഈ ദ്രാവിഡ മൂവ്മെൻറ്റൊക്കെ കൊണ്ടുവന്നത് ആൾ കാശിയിൽ പോയപ്പോൾ ആൾ വളരെ റിലീജിയസ് ആയിട്ടുള്ള ആ ഒരു വ്യക്തിത്വമായിരുന്നു. ആൾ കാശിയിൽ ചെന്ന സമയത്ത് വ്യക്തിപരമായി ഉണ്ടായിരുന്ന ചില ദുരനുഭവങ്ങളിൽ നിന്ന് ആളുടെ ഈഗോയും കോംപ്ലക്സും വർക്ക് ചെയ്തിട്ടാണ് ഈ പ്രക്ഷോഭങ്ങൾക്ക് മുഴുവൻ കാരണമായത്. അത് ഏതാണ്ട് ഒരു മാനസിക നില തകരാറിലായിരുന്ന ആളെ പോലെയാണ് ആൾ അതിന് ശേഷം ആ കാര്യങ്ങളെ മുഴുവൻ കൈകാര്യം ചെയ്തത്. തമിഴിലെ ആൾക്കാര് തന്തേ പെരിയാർ എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തിയെ കുറിച്ചിട്ടല്ലേ പറയുന്നത്? ആളെ തന്നെ വിശേഷിപ്പിച്ചിട്ട് തന്നെയാണ് പറഞ്ഞത്. കാരണം അവിടെ എങ്ങനെയാണ് ഈ സംസ്കൃതിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തിരുക്കുറൾ എഴുതിയ തിരുവള്ളുവർ അവർക്ക് മാർഗനിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. തിരുവള്ളുവർ എന്ന് പറയുന്നത് അവിടെ മിറ്റമടിക്കുന്ന ആൾ ദിവസം 2 കുരൾ പറയും. ജഡ്ജി വിധിന്യായം എഴുതുമ്പോഴും അതിൽ 2 കുരളുണ്ടാവും. അങ്ങനെ തമിഴ് സംസ്കൃതിയുമായിട്ടുള്ള ബന്ധമുണ്ട്. അപ്പോൾ സംസ്കൃതിയെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തിരുവള്ളുവർ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൽ ഒരു വലിയ കലർപ്പ് വരുത്തിയത്, അവനവൻ്റെ വ്യക്തി വൈകല്യങ്ങൾ കൊണ്ട് കലപ്പ് വരുത്താൻ ശ്രമിച്ച ഒരാളായിരുന്നു EV രാമസ്വാമി നായ്ക്കർ. അതിനെ പിന്നീട് വന്ന രാഷ്ട്രീയ ധാരകൾ ചൂഷണം ചെയ്ത് മുതലെടുത്തു എന്നുള്ളതാണ് നമ്മളതിനെ മനസ്സിലാക്കുന്ന ഒരു രീതി. അപ്പം അതിൽ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ദേശത്ത് ഇപ്പോൾ നമ്മളൊക്കെ അധികം ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നതാണ്. ഒരു ഭരണഭാഷ എന്ന് പറയുന്നത് മലയാളം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഫലത്തിൽ ഇന്നും അത് ഇംഗ്ലീഷ് തന്നെയാണ്. അത് ചില അധികാരവുമായി ബന്ധപ്പെട്ടും കമ്മ്യൂണിക്കേഷനായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ ഉണ്ടായി വരുന്നൊരു കാര്യമാണ്. അതുപോലെ ഭാരതത്തിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഇന്ന് ഹിന്ദി വ്യാപകമായിട്ട് ഉപയോഗിക്കപ്പെട്ടു വരുന്നൊരു ഭാഷയാണ്. അപ്പോൾ കഴിയുന്നത്ര ഭാഷകൾ പഠിക്കുകയും കഴിയുന്നത്ര ഭാഷകളിൽ സംസാരിക്കാനും ഒക്കെ ശേഷി ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു നല്ല കാര്യം തന്നെയാണ്. അത് ഒരു ഇമ്പോസിഷൻ ആകുമ്പോൾ അത് പ്രശ്നമാകും. അല്ല, ഇമ്പോസിഷൻ ഒന്നും ആര് ചെയ്യുന്നു? ഇവർ രാഷ്ട്രീയക്കാർ ഇമ്പോസ് ചെയ്യുന്നു എന്ന് പറയുന്നതല്ലാതെ ആരാ ചെയ്യുന്നത്? ഫലത്തിൽ എന്താ ആരാ ചെയ്യുന്നത്? ഇപ്പം ഞാൻ ഈ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു വർഷം മുമ്പ് ട്രെയിനിന് പോകുമ്പോൾ സേലത്ത് നിന്ന് എന്തോ ഫ്രൂട്ട്സ് കാര്യങ്ങൾ വിൽക്കാൻ വേണ്ടി കയറിയ ഒരു അമ്മ അവിടെ ഇരിക്കുന്നവരോട് ഹിന്ദിയിൽ സംസാരിച്ച്, തമിഴ് സ്ത്രീയാണ്, ഹിന്ദിയിൽ സംസാരിച്ച് വിൽപ്പന നടത്തുന്നു. അവരാരെന്ത് ഇമ്പോസ് ചെയ്തിട്ടാണ് ഇത് വിൽക്കണം എന്നുണ്ടെങ്കിൽ ഹിന്ദിക്കാരോട് ഹിന്ദിയിൽ പറയണം. അവർ ഹിന്ദി പഠിക്കുന്നു. ഇതേപോലെ തമിഴ്നാട്ടിൽ വന്ന് ജീവിക്കേണ്ട ആളുകൾ തമിഴ് പഠിക്കും. ഇപ്പോൾ MGRും ജയലളിതയൊക്കെ തമിഴ് പഠിച്ച് തമിഴിൽ പ്രസംഗിച്ചുല്ലോ. അവരാരും തമിഴുകാരല്ല. MGR മലയാളിയാണ്, ജയലളിത പുറത്തുനിന്നുള്ള ആളാണ്. ഇവരെല്ലാവരും തമിഴ് പഠിച്ച് തമിഴ് സംസാരിച്ച് തമിഴ്നാട്ടിൽ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ തമിഴ് പഠിക്കണം. ഈ കുംഭമേളയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, മഹാമാഘത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അടുത്ത പോലെ 45 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന മഹാമാഘമാണ് നടത്തുന്നത് പറഞ്ഞു. അതിൻ്റെ പ്രിപ്പറേഷൻ എപ്പോൾ തുടങ്ങാനാണ്? ഈ കഴിഞ്ഞതുപോലെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാത്തൊരു കുംഭമേളയായിരിക്കുമല്ലോ ചെയ്യുന്നത്. കഴിഞ്ഞ തവണയും നമ്മുടെ ആഗ്രഹം ഇതാണ്. ഈ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ പോലും നിങ്ങൾ സർക്കാർ സംവിധാനങ്ങളോട് ചോദിച്ചോളൂ. ഹെൽത്ത് ആയിക്കോട്ടെ, പോലീസ് ആയിക്കോട്ടെ, അതിൻ്റെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനെ പോസ്റ്റ് ചെയ്തിരുന്നു. മജിസ്ട്രേറ്റ് ആയിക്കോട്ടെ, ഇപ്പോൾ മജിസ്ട്രേറ്റ് ഇന്ന് തന്നെ കുംഭമേള തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ ഒപ്പമുള്ള ഫോട്ടോ, അവസാനിക്കുന്ന ദിവസം എൻ്റെ ഒപ്പമുള്ള ഫോട്ടോ കാർഡ് സ്റ്റാറ്റസിൽ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ആയിട്ട് നമ്മൾ പരമാവധി സഹകരിക്കുകയാണ് ചെയ്തത്. അവർ നമ്മളുമായിട്ടും താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർ പരമാവധി സഹകരിക്കുകയാണ് ചെയ്തത്. നമ്മൾ പ്രശ്നങ്ങളില്ലാതെയും ഭംഗിയായും പോകണം തന്നെയാണ് നമ്മൾ. പ്ലാനിങ് നേരത്തെ തന്നെ തുടങ്ങുമെന്നാണ്. ഉടനെ തന്നെ തുടങ്ങും. ഈ 45 ദിവസം എന്നുള്ള 2 തരത്തിലും ആകാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പൂർണിമ തൊട്ട് പൂർണിമ വരെയും അമാവാസി തൊട്ട് അമാവാസി വരെയും. അപ്പോൾ നമ്മൾ അതിന് സംവിധാനങ്ങൾ ഒരുക്കുമ്പോൾ ഈ 2 പരമ്പരകൾക്കും വേണ്ടി ഒരുമിച്ചുള്ള സംവിധാനം ഒരുക്കും. ഇതിനിടയ്ക്ക് സോമയാഗം നടത്തും എന്നൊരു അല്ല, അതവിടുത്തെ ഒരുപാട് കാര്യങ്ങൾ, പലരും നമ്മളുടെ ഒരു അനുഗ്രഹം തേടും, അല്ലെങ്കിൽ നമ്മുടെ ഒരു രക്ഷാധികാരിത്വം തേടും.
അപ്പം അതിലൊക്കെ നമ്മൾ ഈ അങ്ങനെ സോമയാഗം നടത്തുന്നതിന് ചില ഇതൊക്കെ ഉണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അല്ല അതൊക്കെ അത് വേറൊരു സംഘടന ചെയ്യുന്നൊരു കാര്യമാണ്. അതിൻ്റെ ഒരു അവരുടെ ഒരു അങ്ങനെ ഒരു കാര്യം നടക്കാൻ പോകുന്നു എന്നുള്ളത് ആ വേദിയിൽ അവർ അനൗൺസ് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു രക്ഷാധികാരി സ്ഥാനത്ത് നമ്മളുടെ അടുത്ത് ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സ്വാമിയോട് എന്തിനാന്ന് പെർമിഷൻ ചോദിച്ചാലും എന്നാ അവിടെ നിന്ന് ചെയ്തോ എന്ന് പറയുന്നു ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. അതായത് എന്നോട് ഇങ്ങനെ ഒരാൾ പറഞ്ഞാണ്, അയാളോട് ഇങ്ങനെ നോ എന്നും പറയൂല, നിങ്ങൾക്ക് ഇന്ത്യൻ എക്സ്പ്രസ്സിന് അപ്പോൾ അവിടെ ഒരു സ്റ്റോൾ ഇടണമെന്ന് പറയാണ്, സ്വാമിയോട് പോയി ചോദിക്കണേ, എന്നാൽ നിങ്ങൾ ആ മൂലയ്ക്ക് എന്തെങ്കിലും ഒരു സ്റ്റോൾ ഇട്ട ഒരു പ്രശ്നമില്ല. അങ്ങനെ ഒരു സ്വഭാവക്കാരനാണോ? എല്ലാവരും നല്ല സങ്കല്പത്തോടു കൂടിയുള്ള എല്ലാ കാര്യവും നടക്കട്ടെ. നമുക്ക് പറ്റുന്ന സപ്പോർട്ടൊക്കെ നമുക്ക് എല്ലാവർക്കും ചെയ്യുന്നതിൽ നമുക്ക് സന്തോഷമാണ്. ഈ മഹാമകം തുടങ്ങുന്നതിന് മുമ്പ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഒരു കാര്യമായിരുന്നു, ഈ ഭാരതപ്പുഴ മലിനമാകാനായിട്ടുള്ള ഒരു ചാൻസ് വളരെ കൂടുതലാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതിന് കൃത്യമായിട്ടൊരു പ്ലാനിങ്ങും കൃത്യമായിട്ടുള്ള ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റും അവിടെ നടന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, ഞാൻ കണ്ടതനുസരിച്ചിട്ട്. അത് ഒന്ന് ഹരിതകർമ്മസേന ഉണ്ടായിരുന്നു, മറ്റൊന്ന് സേവാഭാരതിയായിരുന്നു. അപ്പം അവരുടെ ഒരു ഇൻവോൾവ്മെന്റിനെ കുറിച്ചിട്ട് എന്താണ് പറയുക? വലിയ ഇൻവോൾവ്മെന്റ് ആയിരുന്നു. ഇപ്പം ഹരിതകർമ്മസേന ഒരു പഞ്ചായത്തിൻ്റെ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമാണ് എന്ന് പറയാം. പക്ഷെ അവരവരുടെ ഒരു ജോലി എന്നുള്ളതിൽ നിന്നും മാറി അവരൊരു വലിയ സേവാപ്രവർത്തനം ചെയ്യുന്നത് പോലെയാണ് അവിടെ ഏർപ്പെട്ടിരുന്നത്. സേവാഭാരതി എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നുണ്ടായി വന്ന ഒരു വെല്ലുവിളിയാണ്. കാരണം ഓരോ ദിവസവും കൂടിക്കൂടി വരുന്നു. അതിനനുസരിച്ച് അവർ ആദ്യം മലപ്പുറം ജില്ലയിലെ വളണ്ടിയർമാരായിരുന്നു, പിന്നെ തൊട്ടടുത്തുള്ള ജില്ലകളിലായി, പിന്നെ ഏതാണ്ട് സംസ്ഥാനത്തിൻ്റെ ഒരു പകുതി ഭാഗത്ത് നിന്നുള്ളതായി, പിന്നെ സംസ്ഥാനത്തിൻ്റെ മുഴുവൻ ഭാഗത്തു നിന്നുള്ളതുമായി അവരവിടെ കേന്ദ്രീകരിച്ച് വന്ന് നിന്ന് രാവും പകലും നിന്ന് രാത്രി മുഴുവൻ ക്ലീനിങ് ചെയ്ത് പിറ്റേ ദിവസമാണെന്നുണ്ടെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസവും ഇതുപോലെ ഏകദേശം ആയിരക്കണക്കിന് ആളുകൾ അവിടെ വന്ന് മുഴുവൻ വൃത്തിയാക്കിയിട്ടാണ് അവർ പോയത്. ഇപ്പോൾ ഭാരതപ്പുഴയുടെ വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റുകൾ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റെയും ദിവസവും ഭാരതപ്പുഴയുടെ ഗുണനിലവാരം പരിശോധിച്ചിരുന്നു. തുടക്കത്തിലുണ്ടായിരുന്ന അതേ അവസ്ഥയിൽ തന്നെയാണ് അവസാനവും. 1000 പേരോ 1,00,000 പേരോ കുളിച്ചോന്നുള്ളത് കൊണ്ടൊന്നും പുഴയ്ക്കൊരു സംഗതിയല്ല. അവിടെ രാസമാലിന്യങ്ങൾ, പിന്നെ ഈ അറവ് വേസ്റ്റുകൾ തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ വലിയ കൂട്ടത്തോടു കൂടി പുഴയിൽ തള്ളുന്നത്, ഈ വലിയ സിറ്റികളിലെയൊക്കെ അഴുക്ക് ചാലുകൾ നേരെ പുഴയിലേക്ക് തുറക്കുന്നത്, ഇതൊക്കെയാണ് പുഴയുടെ ആരോഗ്യത്തെ യഥാർത്ഥത്തിൽ ബാധിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അതിനെയൊക്കെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതല്ല. അത് ഒരു 2 മാസം വന്ന് 1,00,000 പേരോ 10,00,000 പേരോ 20,00,000 പേരോ കുളിച്ചിട്ട് പോയി എന്നുള്ളത് കൊണ്ടൊന്നും പുഴയ്ക്കുന്നത്, അത് കുളിക്കാൻ വേണ്ടിയിട്ടാണ് പുഴ, അതുകൊണ്ടൊന്നുമല്ല. പിന്നെ അതിനൊക്കെ വരുന്ന ഒരു ഹൈന്ദവമായിട്ടുള്ളൊരു സംഗതി ഒരു അനുഷ്ഠാനം നടക്കുന്ന സമയത്ത് മലിനീകരണം ഉണ്ടാകും, മറ്റുള്ള കാര്യങ്ങൾ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്യുന്നതൊന്നും ഒരു നല്ല ഇൻറ്റൻഷനോട് കൂടിയിട്ടല്ല. കാരണം ഇതുവരെ ഭാരതപ്പുഴയിൽ ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതിനൊന്നും ഒരു ആശങ്കയും തോന്നാത്തവർക്ക് ഒരു ഹൈന്ദവ അനുഷ്ഠാനം തോന്നുന്ന സമയത്ത് ഇത്ര വലിയ ആശങ്ക തോന്നുന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആശങ്കയായിട്ട് അവരവിടെ ഇരുന്നോട്ടെ. ഈ സ്വാമിജി, ഇത്രയും കാലം മാമാങ്കത്തിനൊരു ഹിസ്റ്ററി ഉണ്ടായിരുന്നു. അത് നിർത്തിയിട്ട് 270 years ആയി. അത് കഴിഞ്ഞ് കേരളത്തിൽ ഒരുപാട് സന്യാസി പരമ്പരകൾ വന്നു, ഒരുപാട് ആചാര്യന്മാർ വന്നു, പലരും നാഷണലി ഫേമസ് ആണ്, ശിവാനന്ദ സ്വാമിജിയൊക്കെ പോലെ, ചിന്മയാനന്ദ സ്വാമിജി. എന്നിട്ടും ഇപ്പോഴാണ് ഈ മാമാങ്കം മഹാമകം എന്നൊന്ന് ചിന്തിക്കുകയും അത് പുനരുദ്ധരിക്കുകയും ചെയ്യാനുള്ള ശ്രമം നടത്തിയത്. ഇതുവരെ എന്തുകൊണ്ട് ഇത്രയും സന്യാസി സമൂഹങ്ങൾ ഇവിടെ ഉണ്ടായിട്ടും അതിനൊരു എഫേർട്ട് എടുത്തില്ല? അല്ല, അവരൊക്കെ എടുത്ത എഫർട്ടാണ് ഇപ്പം നമ്മൾ കണ്ടത്. ഇത്രയും കാലം എടുത്ത എഫർട്ടിൻ്റെ റിസൾട്ടാണ് അത് കണ്ടത്. കാരണം നമ്മളൊരു കെട്ടിടം പണിയും, നമ്മൾ അവസാനത്തെ കെട്ടിടം കാണുമ്പോൾ ആ കെട്ടിടത്തിൻ്റെ ലാസ്റ്റത്തെ പെയിൻ്റ് അടിച്ചത് ഇന്നായിരിക്കും. അപ്പോൾ സ്വാമിജി പറയുന്നത്, സ്വാമിജി അതിൻ്റെ ഒരു ഫേസ് മാത്രമാണ്, പുറകിൽ ഒരുപാട് പേര്. അതായത് ഇപ്പോൾ ആധുനിക കാലഘട്ടത്തിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചിന്മയാനന്ദ സ്വാമികൾ ആണ് ഭഗവത്ഗീതയിലൂടെ ഇതിനവിടേക്കൊരു വലിയ കർമ്മോർജം, അതായത് വളരെ ഇരിക്കുന്ന ഒരാളുകളെ കർമ്മസജ്ജരാവണം, യൂത്ത് യൂസ്ലെസ് അല്ല യൂസ്ലെസ് എന്നാണ് ഗുരുദേവൻ പറഞ്ഞത്. പിന്നെ സത്യാനന്ദ സ്വാമികൾ കേരളത്തിലെ ഹിന്ദുവിന് ഉറച്ചൊരു ശബ്ദമുണ്ട്, ഹിന്ദുവിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യും എന്ന് പറയുന്നൊരു ദൃഢത സമാജത്തിലേക്ക് കൊടുത്തത് സത്യാനന്ദ സ്വാമികളാണ്, ചെങ്കോട്ട് കോണത്തെ. അമൃതാനന്ദമയ്യമ്മ വലിയ സേവാപ്രവർത്തനങ്ങൾ, സ്കൂളുകൾ, കോളേജുകൾ, ഹോസ്പിറ്റലുകൾ തുടങ്ങിയിട്ടുള്ള സേവാപ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ സംഘടിപ്പിച്ച് ഹൈന്ദവ സമാജത്തിൻ്റെ ഒരു ആത്മധൈര്യം, ഒരു ആത്മാഭിമാനം, ഞങ്ങളുടെ ഒരു സ്ഥാപനമുണ്ട്, ആ സ്ഥാപനത്തിനകത്തേക്ക് ആളുകൾക്ക് പഠിക്കാൻ ക്യൂ നിൽക്കുന്നത്, അത് നൽകി. ഇപ്പോൾ ചിദാനന്ദപുരി സ്വാമിജികൾ ഈ സമയത്ത് എല്ലാ ആശ്രമങ്ങളും പൊതുവിൽ
സന്യാസം എന്ന് പറയുമ്പോൾ തന്നെ ഒരു വിരക്തഭാവത്തിലാണ് നിൽക്കുന്നത്. അവരെ സാമാജികമായിട്ട് അക്ഷീണം പ്രയത്നിച്ച് കഴിഞ്ഞൊരു 30 വർഷം അക്ഷീണം പ്രയത്നിച്ച് എല്ലാ ആശ്രമങ്ങളെയും മഠങ്ങളെയും ഒക്കെ പരസ്പരം കോർത്തിണക്കി. അപ്പോൾ അങ്ങനെ ഒരു വലിയ പ്രവർത്തനങ്ങളുടെ ഒരു എൻഡ് റിസൾട്ടാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം മാഘത്തിന് കണ്ടത്. അത് പ്രകൃതിയും കാലവും ഗുരുപരമ്പരയും നിശ്ചയിച്ച് നടത്തിയതാണ്. അവിടെ അവസാനം നമ്മളൊരു പണിക്കാരനായിട്ട് വന്നു എന്നുള്ളതേ ഉള്ളൂ. ഇവിടുത്തെ ഈ സമുദായ സംഘടനകളുടെ ഒരു അപ്രോച്ച് എന്തായിരുന്നു? നിങ്ങൾ എല്ലാ- reach out ചെയ്തിരുന്നോ? ഒന്ന് ഒരാളെ റീച്ച് ഔട്ട് ചെയ്യാൻ നമുക്ക് സമയം കിട്ടി. അവരായിട്ട് അവരുടെ ഒരു എല്ലാ ഒരുവിധം നമ്മുടെ ഒരു അറിവനുസരിച്ചിട്ട് ഓരോന്നിൻ്റെയും പല തലങ്ങളിൽ ചുമതലപ്പെട്ട ഭാരവാഹികളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും മാഹം ചെയ്യാൻ വന്നിട്ടുണ്ട്. ഇതെല്ലാം അല്ലായിട്ട് സമുദായത്തിന്റെ ഭാഗത്തു നിന്ന് ഒഫീഷ്യലായിട്ടുള്ളൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നോ? അല്ലെ, ഒഫീഷ്യലായിട്ട് സപ്പോർട്ട് ചെയ്യാൻ അവരൊക്കെ ഇത് അറിഞ്ഞു വരുമ്പോഴേക്കും കഴിഞ്ഞല്ലോ. ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ മാമാങ്കത്തിനെ കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ 32 വർഷമായിട്ട് തിരുനാവായയിൽ തന്നെ മാമാങ്കം റിവൈവൽ എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി നടക്കുന്നുണ്ട്. അതിനെ കുറിച്ചിട്ട് അറിയോ? പ്രശസ്തമായ ഒരു ഹിസ്റ്റോറിയൻ NM നമ്പൂതിരി ആണ് അത് റിവൈവ് ചെയ്തതും അത് പ്ലാൻ ചെയ്തതും. ഇത്രയും വർഷങ്ങളായിട്ട് കുറച്ച് വർഷം മുമ്പ് അദ്ദേഹം മരിച്ചുപോയി, പക്ഷെ ഒരു റിവൈവൽ ഒരു സാധനം നടന്നിട്ടുണ്ട്, അവിടെ പരിപാടി നടക്കുന്നുണ്ട്. അവരുടെ ഒരു ചിന്തയിൽ ഇതൊരു ഫ്ലീ മാർക്കറ്റ് പോലെ ആ സമയത്തൊരു നടന്നിരുന്നത്. പിന്നെ സാമൂതിരി കൊലോത്തിരി യുദ്ധം, പിന്നെ അവരുടെ അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവം കളരിപ്പയറ്റ്, അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ വെച്ചിട്ടാണ് അവരവിടെ നടത്തുന്നത്. അതിനെക്കുറിച്ച് സ്വാമിക്ക് അറിയാമോ? എനിക്ക് ഇതിനെക്കുറിച്ചിട്ട് എനിക്കറിയില്ല. പക്ഷെ അത് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു സർക്കാർ സംവിധാനങ്ങളുടെയൊക്കെ ഒരു അത് എന്താണെങ്കിലും അത് ചരിത്രത്തെക്കുറിച്ചോ സംസ്കൃതിയെക്കുറിച്ചോ യാതൊരു ധാരണയും ഇല്ലാത്ത ആളുകളാണ്. അവരെന്തൊക്കെയോ കേട്ടു, അപ്പോൾ എന്തൊക്കെയോ ചെയ്യാന്ന് കരുതി ചെയ്യും. ഇതിപ്പോ ഇവിടെ ഈ പലരും ഹിസ്റ്റോറിയന്മാരായിട്ടുണ്ടല്ലോ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ റൊബീല ഹപ്പർ, ഇർഫാൻ ഹബീബ്, ഇവരൊക്കെ ഹിസ്റ്റോറിയന്മാരാണല്ലോ. കേരളത്തിലാണെങ്കിൽ രാജൻ ഗുരുക്കൾ, ഗണേഷ് തുടങ്ങിയിട്ടുള്ള കുറേ ആളുകളുണ്ട്. അവരൊക്കെ ഹിസ് മാസ്റ്റേഴ്സ് വോയിസ്. ഇതിന്റെ ഭാഗമായി ചിലപ്പോൾ പണ്ട് വിപണിയും ചന്തയൊക്കെ അതിപ്പോൾ തൃശ്ശൂർ പൂരത്തിന് എക്സിബിഷൻ നടക്കും. ഇപ്പം ഇന്നത്തെ പോലെ സൂപ്പർ മാർക്കറ്റും ആളുകളൊന്നുമില്ല. അപ്പോൾ ആളുകൾ കൂടുന്നിടത്തേക്ക് എല്ലാവരും സ്വാഭാവികമായിട്ടും ഉണ്ടാവും. പക്ഷെ അതല്ല മാഘം. അല്ല, ഇത് ചോദിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞത് രാജാവ് സാമൂതിരി 1 മാസം തിരുനാവായിലായിരിക്കും താമസം. അപ്പം അദ്ദേഹം അവിടെ ഈ മാഘമാസത്തിന് പ്രത്യേകത സാമൂതിരിക്ക് മുമ്പ് മാഘമുണ്ട്. വള്ളുവക്കോനാതിരിൽ നിന്നാണ് സാമൂതിരി പിടിച്ചെടുക്കുന്നത്. വള്ളുവക്കോനാതിരിക്ക് മുമ്പ് പെരുമ്പടപ്പ് സ്വരൂപമാണ്. പെരുമ്പടപ്പ് സ്വരൂപത്തിന് മുമ്പ് പെരുമാക്കന്മാരാണ്. പെരുമാക്കന്മാർക്ക് മുമ്പ് ധാർമ്മികാചാര്യന്മാരും വിദ്വത്സഭയും മാത്രമാണ്. അവർ കേരളത്തിനൊരു അധികാരസ്ഥാനം ഉണ്ടാവണമെന്ന് അവിടെ ഇരുന്ന് മാഘത്തിൽ ആചാര്യന്മാർ ചിന്തിച്ചുകൊണ്ടാണ് പെരുമാക്കന്മാരെ തിരഞ്ഞെടുത്തത്. അപ്പൊ പറയുന്നത് സാമൂതിരിയുടെ ഒക്കെ കാലഘട്ടത്തിൽ ഈ ആചാര്യന്മാരുടെ ഒരു റോള് കുറവായിരുന്നു എന്നാണ്. അല്ല, സാമൂതിരിയുടെ കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു യുദ്ധത്തിന്റെ ഒരു സാഹചര്യം കൂടുതൽ വരുന്ന സമയത്തായി കഴിഞ്ഞാൽ അധികാരം എന്നല്ല, യുദ്ധത്തിനെക്കാട്ടി അല്ല, അവിടെ എല്ലാം സാമൂതിരി പിടിച്ചെടുക്കുന്നത് തുടങ്ങി പിന്നെ എല്ലാ മാഘത്തിനും ഈ വള്ളുവക്കോനാതിരിയുടെ ആളുകളുമായിട്ടുള്ള യുദ്ധമായിരുന്നല്ലോ പ്രധാനമായിട്ടും നടന്നിരുന്നത്. അപ്പോൾ അത് നടക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കുറച്ച് പുറകിലേക്ക് പോയിട്ടുണ്ടാവാം. അപ്പം 250 വർഷത്തിനെക്കാട്ടിലും ബാക്കിലോട്ട് പോകേണ്ടി വരും എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും 250 വർഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലോക സംസ്കൃതിയെ സംബന്ധിച്ചിടത്തോളം എന്താ നിസ്സാരം. ഒരു 3 തലമുറ ജനിച്ച് ജീവിച്ച് മരിക്കുന്ന സമയം ചെറിയൊരു ബിന്ദുവല്ലേ. ഈ തിരുനാവായ ഒരു ആധ്യാത്മിക കേന്ദ്രമായിട്ട് മാറുമ്പോഴത്തേക്കും അതിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം അവിടെ വളരേണ്ടതല്ലേ? അപ്പോൾ അതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും സർക്കാരിൻ്റെ ഇൻവോൾവ്മെൻറ്റും വേണ്ടി വരുമല്ലോ. തീർച്ചയായിട്ടും അതിപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഒക്കെ അത്തരം കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും ചെയ്യും. അതിൻ്റെ സ്ഥലം ഏറ്റെടുക്കലുകൾ ഉണ്ടാവും, അതിൻ്റെ സാധനങ്ങൾ നടക്കലുണ്ടാവും. സെൻട്രൽ ഗവൺമെൻറ്റിന് ഇതൊക്കെ നമ്മളിപ്പോൾ ഇത് കഴിഞ്ഞല്ലേ ഉള്ളൂ. ഓരോ കാലവും ഓരോ റീജിയനും അനുസരിച്ചിട്ടല്ലേ. താങ്കൾ പറഞ്ഞു കമ്മ്യൂണിസം, ചൈനക്കാർ ഇന്ത്യൻ കമ്മ്യൂണിസത്തിനെ അതല്ല എന്ന് പറയുന്നു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു പ്രാദേശികമായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആണത് എന്ന്. അപ്പോൾ ഇവിടെയുള്ള കാൾ മാർക്സിൻ ദാസ് ക്യാപിറ്റലും മാനിഫെസ്റ്റോവും വായിക്കേണ്ട ആവശ്യം ഇവിടുത്തെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനില്ല. അദ്ദേഹത്തിന്റെ ലെവലിൽ ആ ഒരു കൺസെപ്റ്റിനെ മനസ്സിലാക്കിയാൽ പോരെ എന്ന് ഓഫീസിൽ വെക്കുന്നത് സ്റ്റാലിന്റെ പടല്ലേ? അല്ല, നമ്മുടെ മൂർത്തി സ്റ്റാലിനല്ലേ? അല്ല, എന്നാലും സ്പിരിച്വാലിറ്റിയിലും പ്രാദേശികത ഒരു വലിയ കാര്യമാണ്. അല്ല, സ്പിരിച്വാലിറ്റിയിൽ പ്രാദേശികത വലിയൊരു കാര്യമാണ്. കമ്മ്യൂണിസത്തിലോ? അല്ല, അത് സെമറ്റിക് ആശയങ്ങളിലൊന്നുമല്ല.
കാരണം അതുകൊണ്ടാണ് ഇവിടെ ഉണ്ടാകുന്ന, ഇപ്പോൾ ഇസ്ലാമിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ദർഗകൾക്കും സൂഫി ട്രഡീഷനും ഒക്കെ എതിരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് ഈ സെമറ്റിക് ഇസ്ലാമിസ്റ്റുകളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അപ്പോൾ അത് ഇപ്പോൾ പഴയ കാലത്തുണ്ടായിരുന്ന, ഇപ്പോൾ പഴയ കാലത്തെ മലപ്പുറത്തിൻ്റെയൊക്കെ ചിത്രങ്ങൾ ഇപ്പോഴും പലരും ഷെയർ ചെയ്യാറുണ്ട്. ഈ മുഖം മറയ്ക്കുന്ന വസ്ത്രം ഇട്ടിട്ടോ ഈവൻ പർദ്ദ പോലും ഇട്ടിട്ടോ ഒരാളെ നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ അതൊക്കെ മാറിയിട്ട് അത്തരം കാര്യങ്ങൾ, ഈ ചൂട്ടത്ത് കറുത്ത തുണി ഒടിച്ച് നടക്കണം എന്ന് പറയുന്നത് ഒക്കെ കൂടുതൽ വരുന്നത്. ഇപ്പോൾ നമ്മൾ അതേസമയം നമ്മൾ ഇതിൻ്റെ സ്ഥലമായിട്ടുള്ള സൗദി അറേബ്യയിൽ കാണുന്ന അവിടുത്തെ രാജകുടുംബാംഗങ്ങൾ പോലും വളരെ ഇതൊക്കെ അഴിച്ചു കളഞ്ഞ് ഫ്രീ ആയിട്ട് നടക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള, അതായത് സെമറ്റിക് രീതിയിലുള്ള എല്ലാറ്റിൻ്റെയും ചിന്ത ഈ തുറസില്ലാത്തതാണ്, മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന ഒന്നാണ്. അതേസമയം ഹിന്ദു ധർമ്മത്തിൻ്റെ ചിന്ത വളരെ വിശാലമാണ്. കമ്മ്യൂണിസം ഒരു സെമിറ്റിക് തോട്ട് ആണെന്നാണോ പറയുന്നത്? സംശയം എന്തോ? ഒരു ഭരണഘടന, ഒരു പുസ്തകം, ഒരു നേതാവ്, ഒരു ആചാര്യൻ, ഇതൊക്കെ അതിന് വേണ്ട എല്ലാ സാധനവും അപ്പൊ അത് പഠിക്കാത്തവർ അതിലോട് നീതി പുലർത്തുന്നില്ല എന്നാണ് പറയുന്നത്. അതിനോട് നീതി പുലർത്തുന്നില്ല, അവരതിൽ വെള്ളം ചേർക്കുകയാണ്. ഈ ഒരു കാര്യം കൂടി, നേരത്തെ ഈ സ്ത്രീകളുടെ ഒരു വിഷയം പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ തിരുനാവായലൊക്കെ ആണെങ്കിലും ചിലപ്പോൾ ഈ യങ് മങ്സ്, ഫീമെയിൽ മങ്സിന് ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ നോർത്തിൽ നടന്ന കുംഭമേളയ്ക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കുറേ പേരെ കണ്ടിരുന്നു. അപ്പോൾ കൂടുതൽ സ്ത്രീകൾ അല്ലെങ്കിൽ ഈവൻ യങ് ആയിട്ടുള്ളവർ ഇപ്പോൾ സന്യാസത്തിലോട്ടും അല്ലെങ്കിൽ ഈ വേദിക് സ്റ്റഡീസിലോട്ട് വരുന്നുണ്ട്. അങ്ങനെ ഒരു ഇപ്പോഴല്ല, പണ്ടേ ഉണ്ട്, നമുക്കത് അറിയണില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ വെസ്റ്റേൺ ലോകമൊക്കെ ബോഡി പൊളിറ്റിക്സിനെ കുറിച്ചിട്ട് ആലോചിച്ച് തുടങ്ങുന്നതിന് മുമ്പേ ഭാരതത്തിൽ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള സന്യാസിമാരുണ്ട്, ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള മഹാമണ്ഡലേശ്വരന്മാരുണ്ട്, സ്ത്രീകളായിട്ടുള്ള ആചാര്യന്മാരുണ്ട്, ഒരുപാട് മഹാത്മാക്കളുണ്ട്. ഇപ്പൊ അവനൊരു കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് ഇന്നത്തെ അല്ല, ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ടും വിസിബിലിറ്റി വരുന്നു എന്നുള്ളതേ ഉള്ളൂ. പണ്ട് മാ ആനന്ദമയ്യൊക്കെ ഉത്തരഭാരതത്തിൽ വളരെ ആദരിക്കപ്പെട്ടിരുന്ന മഹാത്മാവായിരുന്നു. ഈ മഹാമഹത്തിൽ അവന്തിക ഭാരതി ഭയങ്കര വൈറലായിരുന്നു. നിങ്ങളാക്കുന്നതല്ലേ. നമ്മളെ സംബന്ധിച്ചിടത്തോളം വൈറലല്ലാതെ വൈറസും ബാക്ടീരിയ ഒക്കെ ഒന്ന് തന്നെ. ഈ യു പിയിലെ മഹാകുംഭൊക്കെ നടക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എസ്പെഷ്യലി എനിക്കൊന്ന് കേരളത്തിൽ നിന്ന് ഒത്തിരി പേര് ഈവൻ ആക്ച്വലി പറഞ്ഞ വിശ്വാസം ഇല്ലാത്തവരൊക്കെ പോലും അവന്റെ ഭാഗമാവണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഭയങ്കര ഒരു സ്പൈക്ക് കാണുന്നുണ്ട് കേരളത്തിൽ നിന്നുള്ള ഒരു ക്രൗഡ്. യു പി ഇല്ലെങ്കിൽ അല്ല, അത് ഒക്കെ സൗകര്യങ്ങളുടെയും അറിവിൻ്റെയും ഒക്കെ കൂടി ബന്ധപ്പെടുകയാണ്. ഇപ്പോൾ ഇത് ഒരു സൗകര്യവും ഇല്ലാത്ത കാലത്ത് പോലും കേരളത്തിൽ നിന്ന് നമുക്ക് ഞാനറിയില്ല, ഈ ആറാട്ടുപുഴ പൂരം നടക്കുമ്പോൾ കാശി വിശ്വനാഥ ക്ഷേത്രം 1 മണിക്കൂർ അടച്ചിടും. കാശി വിശ്വനാഥൻ ഇവിടെ വരുന്നു എന്നുള്ള നിലയ്ക്കാണ്. കാശി രാജാവിൻ്റെ സെക്രട്ടറിമാരായിരുന്ന ഒരുവിധ എല്ലാ കാലത്തും മലയാളികളായിരുന്നു. കാശി നരേഷിൻ്റെ സെക്രട്ടറിമാരായിരുന്നു. BHUവിലെ പല ഡിപ്പാർട്ട്മെൻറ്റുകളും തുടങ്ങിയിരുന്നത് കേരളത്തിൽ നിന്നുള്ള ആളുകളായിരുന്നു. നമ്മൾ ഏതൊക്കെ സ്ഥലത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും കേരളത്തിൽ നിന്നുള്ള എന്തെങ്കിലും സംഗതികൾ കാര്യങ്ങളൊക്കെ ഒരു സൗകര്യം ഇല്ലാതിരുന്ന കാലത്ത്, ഇപ്പോൾ കേരളത്തിൽ നിന്നും 2 മഹാമണ്ഡലേശ്വരന്മാർ മുമ്പുണ്ടായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ എനിക്ക് മന്ത്രദേശ എന്ന കാശികാനന്ദഗിരി മഹാരാജ്, അതിനു മുമ്പ് രാമാനന്ദപുരി മഹാരാജ്, ഇത് ഋഷിയേശിലായിരുന്നു. അവർക്ക് വളരെ ചെറുപ്പത്തിലെ ഇവിടെ നിന്ന് കാൽനടയായിട്ടൊക്കെ പോയ ആളുകളാണ്. അപ്പം ഒരു സൗകര്യവും ഇല്ലാതിരുന്ന കാലത്ത് അത്രയും ആളുകൾ പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് യാത്രാ സൗകര്യമുണ്ട്, കമ്മ്യൂണിക്കേഷനുണ്ട്. ഞാനൊക്കെ പോലും ആദ്യം പോകുന്ന സമയത്ത് മൊബൈലില്ല, ATM കാർഡില്ല, ഉള്ള പൈസയും കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തീർന്നാൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്തേക്ക് എന്ത് പോകണം എന്നുള്ളത് അറിയില്ല. ആ സാഹചര്യത്തിലൊക്കെ തന്നെ നമ്മൾ പോകുന്ന സമയത്തും അവിടെ മലയാളികളായിട്ടുള്ള യാത്രക്കാരുണ്ട്. അപ്പോൾ സൗകര്യങ്ങൾ കൂടി വരുന്നതിനനുസരിച്ചിട്ട് അത് ഉപയോഗിക്കുന്ന ആളുകൾ കൂടി വരും. ഒരു കൗതുകം കൊണ്ട് ചോദിച്ചോട്ടെ, പൂർവാശ്രമത്തിനെ കുറിച്ച് ചിന്തിക്കാറുണ്ടോ? ഇത് നിങ്ങളാരും ചിന്തിക്കാതിരിക്കാൻ സമ്മതിക്കില്ലല്ലോ. അല്ല, വെറുതെ ഇരിക്കുന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. ഇപ്പോഴാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മേള കഴിഞ്ഞ് കഴിഞ്ഞിട്ട് 12 മണിക്കാരെയും ബൈക്കാരെയും ഒക്കെ പിരിച്ചുവിടുന്നതിനെ കുറിച്ചിട്ട് ചിന്തിച്ചോണ്ടിരിക്കുകയാണ്. പൊളിറ്റിക്സിൽ എന്തെങ്കിലും ചെയ്തോ? വിൽ യു ജോയിൻ പൊളിറ്റിക്സ്? താങ്കളെ ഇവിടെ ചില യോഗി ആദിത്യനാഥ് ഓഫ് കേരള എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. സ്വാമിജിക്ക് അങ്ങനെ ഒരു അല്ല, അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സാമാജികമായിട്ടുള്ള എല്ലാ ഇടപെടലുകളും രാജനൈതികം കൂടിയാണ്. സാമാജികമായിട്ടുള്ള എല്ലാ ഇടപെടലുകളും നമ്മൾ ഇന്നിങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത് കൂടി രാജനൈതികമായിട്ടുള്ളൊരു കാര്യമാണ്. അത് നിങ്ങൾ പൊളിറ്റിക്സിൽ ചേരുകയോ പൊളിറ്റിക്സ് നിങ്ങളെ ചേർക്കുകയോ എന്നുള്ളതൊന്നുമല്ല. അത് രാജനൈതികമായിട്ടുള്ള ഒരു സാമാജിക വ്യവസ്ഥയിൽ പുറത്തിറങ്ങി എന്ത് കാര്യം ചെയ്യുന്നവരും രാജനൈതികമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്.
അതായത് സ്വാമിക്കും ആവശ്യം വന്നാൽ പൊളിറ്റിക്സിൽ അല്ല, ആവശ്യം വന്നാലല്ല, നമ്മളിപ്പോൾ നിൽക്കുന്നത് തന്നെ രാജനൈതികമായിട്ട്, നമ്മൾ ഈ ഇരിക്കുന്ന സംസാരിക്കുന്നത് പോലും രാജനൈതികമായിട്ടുള്ള കാര്യമാണ്. സ്വാമിയുടെ പൊളിറ്റിക്സ് എന്താണ് ഇപ്പം നിലവിൽ? ധർമ്മമാണ്. കക്ഷി രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും താല്പര്യമുണ്ടോ? ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടി പൊളിറ്റിക്സ്? കക്ഷി രാഷ്ട്രീയത്തിലൊന്നും നമ്മളില്ലല്ലോ. ഞാനൊരു പാർട്ടിയിലും മെമ്പറല്ല. ഈ അടുത്തൊരു എന്താ പറയാ, സ്വാമി പറഞ്ഞ പോലെ നമ്മളെ ഒരു ഭരണത്തിന്റെ ഭാഗമാകണമെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷികളോട് ചേരണമല്ലോ. ആം ആദ്മി പാർട്ടിയെ കുറിച്ച് എന്താ അഭിപ്രായം? അല്ലെങ്കിൽ 2020 ഞാൻ നമ്മളിപ്പോഴത്തെ കുറച്ച് സൗഹൃദങ്ങൾ എല്ലാ പാർട്ടികളിലും ഉണ്ട് എന്നല്ലാതെ അതെങ്ങനെ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ അവരെങ്ങനെ ചെയ്യുന്നു എന്നുള്ളതൊന്നും ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ അപ്ഡേറ്റഡ് അല്ല, സ്റ്റഡീഡ് അല്ല. മുമ്പായിരുന്നു. താങ്കൾക്ക് ത്രെറ്റ് വല്ലതും ഉണ്ട് സ്വാമി? എനിക്ക് തോന്നിയിട്ടുണ്ട് ലൈക്ക് എപ്പോഴും പുറകെ ഒരാളുണ്ട്. അല്ല, അത് അഖാഡയുടെ ഒരാളല്ല, 11 പേര് വേണമെന്നാണ്. അത് നമ്മൾ ഈ കേരളത്തിൻ്റെ ഒരു സാഹചര്യങ്ങളൊക്കെ വെച്ചിട്ട് ഏറ്റവും ചുരുങ്ങിയ ഒരാൾ എന്നുള്ള നിലയിൽ അത് തന്നെ അഖാഡയിലെ ഏറ്റവും പാവമായിട്ടുള്ളൊരു മനുഷ്യനെ നമ്മൾ കൊണ്ടു വെക്കണം എന്നുള്ളതേ ഉള്ളൂ ആ ചടങ്ങിന് വേണ്ടി. പുറകെ നിൽക്കുന്ന ആളൊരു വടി, അത് ആ മഹാമണ്ഡലേശ്വരയുടെ അധികാര ചിഹ്നമാണ്. ചെങ്കോലൊക്കെ പോലെ പണ്ട് രാജാക്കന്മാർ. അത് സ്ഥാനത്തെ കാണിക്കുന്നതാണ്. അല്ലാതെ ത്രെറ്റ് ഉണ്ടോ സ്വാമി? നമ്മളിവിടെ വന്ന സമയത്ത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ആളുകൾ ഒരു ഫയലുമായിട്ട് വന്നിരുന്നു, കുറേ വാട്സപ്പ് ചാറ്റുകളും മറ്റുള്ള ഗ്രൂപ്പുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ അതിൽ അങ്ങനെ ഭീഷണി ഉണ്ട് എന്നൊക്കെ. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ആണോ? രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്കല്ല, മതപരമായിട്ടും മറ്റുള്ള രീതിയിലുമൊക്കെയുള്ള തീവ്രവാദി ഗ്രൂപ്പുകളുടെയും ദേശവിരുദ്ധ ഗ്രൂപ്പുകളുടെയും ഒക്കെ ഭീഷണിയുണ്ട് എന്നുള്ള രീതിയിൽ. അതാണ് പറഞ്ഞത്, അവിടെ നിന്ന് പുറത്തു പോകാൻ പോലീസ് സമ്മതിച്ചു. അത് ആ ഭീഷണി കൊണ്ടല്ല, അത് അത്രയും ക്രൗഡ് വരുന്നതുകൊണ്ട് അവരൊരു ഒരു സൗഹൃദത്തിൽ പറയുന്നതാണ്. സ്വാമി പോയാൽ പുലിവാലാവും, ഇത്രയും ആളുകൾ വരുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഞങ്ങൾ പറഞ്ഞാൽ നിൽക്കില്ല, സ്വാമിജി എന്നെ വേണം, ഇവിടെ പോവരുതട്ടോ എന്ന് പറയുന്നത് ഒരു സൗഹൃദം നിലയ്ക്ക് പറഞ്ഞതാണ്. അതല്ല, ഞാൻ കുംഭമേള കഴിഞ്ഞ് വന്ന സമയത്ത് ഇവിടെ നിന്നുള്ള കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാർ വേണ്ടി വന്നാലൊരു എസ്കോർട്ട് പോലുള്ള സംവിധാനങ്ങൾ വേണ്ടി കോടതിയോ പ്രൊട്ടക്ഷനൊക്കെ വേണ്ടി സമീപിക്കണം, ഇത്തരത്തിലുള്ള ചില ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ചില മത തീവ്രവാദി ഗ്രൂപ്പുകളിലും ഒക്കെ നടക്കുന്നുണ്ട്, ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞൊരു. കഴിഞ്ഞ കുംഭമേളയ്ക്ക് 12 വർഷം മുമ്പുള്ള കുംഭമേളയ്ക്ക് ഇതുപോലെ അഖാഡയുടെ അന്നത്തെ സഭാപതിയുടെ മുമ്പിൽ വന്നിട്ട് അവിടെ കുംഭമേളയിൽ പൊതുവിൽ എല്ലാവരും അഖാഡ ജനങ്ങളുമായിട്ട് അധികവും മിങ്കിൾ ചെയ്യുക കുംഭമേളയ്ക്കകത്ത് മാത്രമാണ്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ അന്നത്തെ കുറച്ച് ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് കുറച്ച് സെക്യൂരിറ്റി സംവിധാനങ്ങളൊക്കെ ശ്രദ്ധിക്കണം, ചിലപ്പോൾ ഒരു ബോംബ് ഭീഷണിയൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അന്ന് അദ്ദേഹം പറഞ്ഞത്, ഒരു ബോംബ് ഇവിടെ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ മരിക്കും, നീ മരിക്കും, ഇവിടെയുള്ള 500 പേര് മരിക്കും, അതുകൊണ്ട് ഇപ്പോൾ എന്ത് സംഭവിക്കാനാ, ധർമ്മം നടക്കുന്നില്ല. അപ്പോൾ സ്വാമി പറഞ്ഞു വരുന്ന തിരുനാവായയിൽ നടന്ന മഹാമാഗത്തിലെ ചില വിഭാഗം, ചില മതവിഭാഗങ്ങളല്ലേ ഒരു ഒരു ഗ്രൂപ്പ്സ് അസ്വസ്ഥരായിട്ടുണ്ട്. അല്ല, മാഘത്തിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഞാൻ കുംഭമേള കഴിഞ്ഞ് അല്ല, പ്രയാഗ്രാജിലെ കുംഭമേള കഴിഞ്ഞ് കേരളത്തിലെത്തിയ സമയത്ത്, ഈ കഴിഞ്ഞല്ല, തിരുവല്ലാമല മറ്റേ പ്രയാഗ്രാജിലെ കുംഭമേള കഴിഞ്ഞ് കേരളത്തിൽ വന്ന സമയത്ത്. അപ്പൊ അതിന് സ്വാമിജി കാണുന്നത് വളരെ അല്ല, കുംഭമേള കഴിഞ്ഞ് മറ്റേ പ്രയാഗ്രാജിലെ കുംഭമേള കഴിഞ്ഞ് കേരളത്തിലേക്ക് വന്ന സമയം. ഇപ്പൊ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഈ കുംഭമേളയുടെ എല്ലാ സമുദായങ്ങളും സഹകരിച്ചു എന്നല്ലേ പറഞ്ഞു? അതെ. അല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സാമുദായികമായിട്ടുള്ള സഹകരണം. അതായത് ഇപ്പോൾ തീവ്രവാദി ഗ്രൂപ്പുകളെ സംബന്ധിച്ചിടത്തോളം അവർ ആ തലത്തിലല്ല കാണുന്നത്. തീവ്രവാദി സംഘടനകളെ സംബന്ധിച്ചിടത്തോളം അതിനതിൻ്റേതായിട്ടുള്ള പൊളിറ്റിക്സും, ജമാഅത്തെ ഇസ്ലാമി പോലുള്ള ഗ്രൂപ്പുകൾക്ക്, അങ്ങനെയൊക്കെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായിട്ടുള്ള അജണ്ടകളും, അവരുടേതായിട്ടുള്ള SDPI പോലുള്ള സംഘടനകൾ, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അവരുടേതായിട്ടുള്ള അജണ്ടകളും അവരുടേതായിട്ടുള്ള തീവ്രവാദ സ്വഭാവവും ഒക്കെ ഉണ്ട്. അതിന് ആ കാര്യങ്ങളൊക്കെ അവർ പ്രകടിപ്പിക്കുമായിരിക്കും. സ്വാമി പ്രൊട്ടക്ഷൻ സീക്ക് ചെയ്യോ? അപ്പോൾ അത് നമ്മളുടെ കാര്യം മാത്രമല്ല, കാരണം ചില സമയത്ത് സർക്കാർ സംവിധാനങ്ങളിലൊക്കെ അത്തരത്തിലൊരു ഇതിലേക്ക് നമ്മൾ പോകണം എന്ന് നിർബന്ധമായിട്ടുള്ളൊരു സംഗതി ഉണ്ടെങ്കിൽ വേണ്ടിവരും. സ്വാമി, മുസ്ലിം ലീഗിന് ഇതുപോലെ എക്സ്ട്രീമിസ്റ്റ് ആശയമുണ്ട് എന്ന തരത്തിലുള്ള ഒരു പ്രചരണമുണ്ട്. സ്വാമിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ലീഗിൽ അത്തരം ആശയങ്ങളിലുള്ള ആളുകളുടെ ഒരു സ്വാധീനം കൂടി വരുന്നൊരു പ്രവണത ഉണ്ട് എന്നാണ് സാമാന്യമായിട്ട് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ഈ ഇലക്ഷൻ്റെ കാര്യമാണ്. കഴിഞ്ഞ ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ സമയത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടി VPI UDFിൻ്റെ കൂട്ടത്തിലായിരുന്നു. അതായത് ലീഗും VPI ഒരുമിച്ചായിരുന്നു. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, ഈ തീവ്രവാദ ഗ്രൂപ്പുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടിയിട്ട് എല്ലാവരെയും ഉപയോഗിക്കും. ഇപ്പോൾ
നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളനുസരിച്ചിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കകത്ത് അവരുടെ ഭാരവാഹിത്വത്തിൽ പോലും അവരുടെ പ്രാതിനിധ്യമുണ്ട്, തീവ്രവാദ ഗ്രൂപ്പുകളുടെ പ്രാതിനിധ്യമുണ്ട്. അവർക്കതിനെ ഭംഗിയായിട്ട് ഉപയോഗിക്കാനുള്ള ശേഷിയും കാര്യങ്ങളും. കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് ഈ അടുത്ത കാലത്ത് പറയുന്നത് സോഫ്റ്റ് ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കുന്നു എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. നന്നായി വരട്ടെ. പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി നടേശന്റെ കേസിൽ അതറിയാലോ, ശബരിമലയിൽ നടന്ന ആ ഒരു ഇതില് കാറിൽ വെള്ളാപ്പള്ളി നടേശനെ കയറ്റി, പിന്നെ വെള്ളാപ്പള്ളി നടേശൻ കുറെ വർഗീയപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു, അതിനെ സർക്കാർ അല്ലെങ്കിൽ CPM സപ്പോർട്ട് ചെയ്യുന്നു എന്ന തരത്തില്. അപ്പോൾ അതിനെങ്ങനെയാണ് നോക്കുന്നത്? അല്ല, അത് CPM സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതിന് ഇത് പറയല്ല, TP ചന്ദ്രശേഖരനെ വധിച്ച കാറിൽ മാഷാ അള്ളാ എന്ന് പറയുന്ന സ്റ്റിക്കർ ഒട്ടിച്ച് പോയ ആളുകളാണ്. പാർട്ടി വിട്ടുപോയ മുസ്ലിമിനെ കൊന്ന് അതിൻ്റെ അടയാളങ്ങൾ പാർട്ടി വിട്ട് RSSലേക്ക് പോയ ആളുടെ വീട്ടിൽ കൊണ്ടിടുന്ന, തെളിവ് കൊണ്ടിടുന്ന ഇതാണ്. അപ്പോൾ ആ രീതിയിൽ ഈ വർഗീയതയെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന ഒരു പാർട്ടി കൂടിയാണ്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ വർഗീയതയാണെന്നാണോ പറയുന്നത്? അല്ല, വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്, ഞാൻ CPM കുറിച്ചാണ് പറഞ്ഞത്. പുള്ളിനെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് CPM-നെതിരെയുള്ള ഒരു പ്രശ്നം. അല്ല, അതായത് പുള്ളിയെ സപ്പോർട്ട് ചെയ്തോ പുള്ളിയുടെ കാര്യങ്ങളല്ല. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു സ്കൂളുകളുടെ വിഷയത്തിലാണ്. ഞാൻ ഈ മലപ്പുറത്തെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ മലപ്പുറത്തെ സ്കൂളുകളുടെ ഒരു കാര്യം ബന്ധപ്പെട്ടിട്ടാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ആശ്രമം ഒരു 4-5 കൊല്ലം മുമ്പ് അവിടെ പാവപ്പെട്ട ആളുകൾക്ക് ടോയ്ലറ്റ് കൊടുക്കാൻ ശ്രമിച്ചിട്ട് അതിന് ജില്ലാ ഭരണകൂടം അനുമതി നൽകാതിരുന്നിട്ടുണ്ട്. 2 വർഷം മുമ്പ് ഒരു എന്നിട്ട് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് കൊടുത്തയക്കേണ്ടി വന്നു ആ ടോയ്ലറ്റ്. അവർ അനുമതി ചോദിക്കാൻ പോകേണ്ട കാര്യമുണ്ടോ എന്നുള്ളതൊക്കെ വേറെ വിഷയം. അത് ഈ കാര്യങ്ങൾ ചെയ്ത് പരിചയമില്ലാത്ത ആളുകളൊക്കെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അനുമതി ചോദിച്ചിട്ട് ആ അനുമതി നിഷേധിക്കുന്ന ഒരു സംഗതി ഉണ്ടായി, ടോയ്ലറ്റ് കൊടുക്കാൻ. അത് ജാതി നോക്കിയല്ല, മതം നോക്കിയല്ല, പാവപ്പെട്ട ആളുകൾക്ക് വീടുകളിലേക്ക് ടോയ്ലറ്റ് കൊടുക്കാനുള്ള അനുമതി നിഷേധിക്കുക എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി. ഈ ഹോസ്പിറ്റൽ സംവിധാനം അടക്കമുള്ള ഒരു വാഹന സൗകര്യമുണ്ട്. അത് സൗജന്യ മെഡിക്കൽ ക്യാമ്പിന് വേണ്ടി വന്നപ്പോൾ ഒരു 2 വർഷം മുമ്പ് അതിനുള്ള പ്രവർത്തനാനുമതി ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തില്ല. ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ അതെനിക്കറിയില്ല. ഇതൊക്കെ അവിടെ മലപ്പുറത്ത് നടന്ന 2 ഇൻസിഡൻറ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ പോലീസ് നമുക്ക് അനുമതി പോലീസല്ല, ജില്ലാ ഭരണകൂടം നമുക്ക് അനുമതി നൽകാതിരുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ചില സംസാരങ്ങളിൽ നിന്ന് മലപ്പുറത്തെ ആശ്രമങ്ങളുടെ ഭാരവാഹികൾ പറഞ്ഞതാണ്. ആൾക്കാർ പറയാൻ മടിക്കുന്ന ഒരു കാര്യം വെള്ളാപ്പള്ളി തുറന്ന് പറഞ്ഞു എന്നുള്ളതിൽ മനസ്സിലായി. അല്ല, അതിൻ്റെ ഫാക്റ്റോ മറ്റുള്ള കാര്യങ്ങളോ എനിക്കറിയാത്ത കാര്യമാണ്, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. പക്ഷേ എൻ്റെ അടുത്ത് നേരിട്ട് മലപ്പുറത്തെ ആശ്രമങ്ങളിലെ മഠാധിപതികൾ പറഞ്ഞ ഒരു 5-6 വർഷം മുമ്പാണ് ഈ ടോയ്ലറ്റിൻ്റെ വിഷയം ഉണ്ടാകുന്നത്. ഒരു കൊല്ലോ 2 കൊല്ലോ മുമ്പാണ് ഈ മെഡിക്കൽ ക്യാമ്പിൻ്റെ കാര്യം ഉണ്ടാകുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, അതായത് അഖാഡകളിൽ മൊത്തം 60 ലക്ഷത്തിന് മുകളിൽ ആളുകളുണ്ട്. അപ്പോൾ പലപ്പോഴും ഈ കുംഭമേളയൊക്കെ അവിടെ നോർത്തിൽ നടക്കുന്ന കുംഭമേളയുടെ ടൈമിൽ ആളുകൾ ഇങ്ങനെ ചിലപ്പോൾ മിത്തായിരിക്കാം, ഇവർ പലവരും മറ്റേ എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയില്ല, ഹിമാലയത്തിലെ കേവ്സിൽ താമസിക്കുന്നവർ, ചിലവർക്ക് 100 വർഷത്തിന് മുകളിൽ പ്രായമുണ്ട്, 200 വർഷമായിട്ട് ജീവിച്ചിരിക്കുന്നവർ ഉണ്ട്. ഇതിലൊക്കെ നിങ്ങൾ സത്യമുണ്ടോ? ശരി. അല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അതായത് നിങ്ങൾക്ക് ഈ ശ്വാസത്തെ നിയന്ത്രിച്ചുകൊണ്ട് ശരീരത്തിൻ്റെ ഹീറ്റ് കൂട്ടാം, ശരീരത്തിൻ്റെ ഹീറ്റ് കുറയ്ക്കാം, മെറ്റബോളിസത്തിൻ്റെ ഡ്യൂറേഷൻ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതൊക്കെ ലൈഫ് സ്പാനെ ബാധിക്കാം. പിന്നെ ഹിമാലയത്തിലും നർമ്മദാതടത്തിലും കാട്ടിലും ഒക്കെ ഇരിക്കുന്ന ഒരുപാട് സന്യാസിമാരുണ്ട്. ഇതൊക്കെ പഴയ കാലത്ത് വന്നിരുന്നത് ഇതാണ്, ഗ്രഹങ്ങളുടെ സഞ്ചാരം അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ആകാശത്ത് നോക്കിയിട്ട് ഇന്ന സമയമാകുമ്പോൾ എന്നുള്ള നിലയിൽ അവർ ഇറങ്ങി വരും. നമ്മുടെ ഇവിടെയൊക്കെ തന്നെ ഞാറ്റുവേലയൊക്കെ നിശ്ചയിച്ചിരുന്നത് പഴയ ആളുകൾ ക്ലോക്ക് നോക്കിയിട്ടും വാച്ച് നോക്കിയിട്ടും ഒന്നുമല്ലല്ലോ, ആകാശത്ത് നോക്കിയിട്ടല്ലേ. ധാരാളം ഉണ്ട്. ഇപ്പം നമ്മൾ ആരെങ്കിലും ഒക്കെ നടന്ന് യാത്ര ചെയ്യാൻ പോകുമ്പോൾ തന്നെ കുറച്ച് വഴി വിട്ടിട്ടൊക്കെ ട്രക്ക് ചെയ്യാനൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം. ഈ അഖാഡയിൽ നേരത്തെ പറഞ്ഞില്ലേ ഫിൽറ്ററിംഗ് പ്രോസസ്സിന്റെ ഒരു സെലക്ഷൻ പ്രോസസ്, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ശരിക്കും അങ്ങനെയൊക്കെ ഈ മഞ്ഞിലിരുന്ന് തപസ് ചെയ്യണം, അതൊക്കെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് മഞ്ഞിലും വെയിലത്തും ഫുഡ് ഇല്ലാണ്ടിരിക്കണം, ഇത്ര മണിക്കൂർ നോൺ സ്റ്റോപ്പ് തപസ്സിരിക്കണം. സ്വാമിജി, ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ. ഇപ്പോൾ കമ്മ്യൂണിസത്തിൽ നിന്ന് താങ്കൾ സന്യാസത്തിലേക്ക് വന്നു, അതൊരു സീക്കിങ്ങിൻ്റെ ഭാഗമാണ്. യു ആർ സീക്കിങ് ആൻഡ് യു വെൻ ഫ്രം വൺ പാർട്ട് ടു അനദർ. ഇതിൽ നിന്ന് ഈ സീക്കിങ് എന്തായാലും ഒരു സീക്കറിന്
നിർത്താൻ പറ്റില്ല. സീക്കർ ഹാസ് ടു, ദാറ്റ് ഇസ് ഹിസ് ഇൻസ്റ്റിങ്ക്ട്. അപ്പോൾ ആ സീക്കിങ്ങിന്റെ ഭാഗമായിട്ട് ഇതിൽ നിന്നും വേറെ ഏതെങ്കിലും പ്രയാണങ്ങൾ ഉണ്ടാകുമോ, അതോ ഒരു തിരിച്ചുവരൽ ഉണ്ടാകുമോ? അല്ല, ഞാൻ SFIയിൽ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇന്ന് ഇങ്ങനെയാവുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകും തോറും നമുക്ക് വരുന്ന അറിവുകൾ, നമുക്ക് വരുന്ന അനുഭവങ്ങൾ, അതിനനുസരിച്ച് നമുക്ക് യുക്തമാകുന്നു എന്ന് തോന്നുന്ന കാര്യങ്ങളെ നമ്മൾ സ്വീകരിക്കുകയാണ്. ഈ ഇരിക്കുന്ന ശരീരം നാളെ ഉണ്ടാവുന്ന യാതൊരു ഉറപ്പുമില്ല. ഈ വ്യക്തിയുടെ കാര്യം വന്നപ്പോൾ ഈ പൊളിറ്റിക്കലി നോക്കുമ്പോൾ ഈ ഒരു ഹിന്ദു റീചാർജിങ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഈ മോദി സർക്കാർ വന്നിട്ടാണ് അവിടെ വലിയൊരു പൊളിറ്റിക്സും കൂടെ അവിടെ ഉണ്ടെന്ന് പറയുന്നത്. അതിനെങ്ങനെയാണ്? അല്ലേ, അങ്ങനെ അതിനനുകൂലമായിട്ടുള്ള ഒരു ഘടകം വരുന്നത് ഇപ്പോൾ, അല്ലെങ്കിൽ ആ ഒരു സാമാജികമായിട്ടുള്ള അന്തരീക്ഷം ഒരു ധർമ്മത്തിന് അനുകൂലമായിട്ട് വരുന്നത് ധാർമ്മികമായിട്ടുള്ള ഒരുപാട് വ്യക്തികളുടെ തപസ്സിൻ്റെ സങ്കല്പത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇതിങ്ങനെ പോയാൽ പോരല്ലോ എന്ന് പറയുന്ന ഒരുപാട് തപസ്വികളുടെ, മഹാത്മാക്കളുടെ, സജ്ജനങ്ങളുടെ തപസ്സിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെടുന്നതാണ് അതിനനുകൂലമായിട്ടുള്ളൊരു സാമാജിക അന്തരീക്ഷം. ഈ സെൻട്രൽ ലീഡർഷിപ്പ് എന്ന് ഇപ്പോൾ RSS അല്ലെങ്കിൽ അങ്ങനെ സംഘപരിവാറിൻ്റെ, വിശ്വ പരിഷത്തിൻ്റെ, അല്ലെങ്കിൽ മോദി, അമിത്ഷാ, അവരുടെ സൈഡിൽ നിന്നൊക്കെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുണ്ടോ? അല്ല, അവരുടെ സൈഡിൽ നിന്നൊന്നും കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടില്ല. പക്ഷേ അതായത് തിരുവനന്തപുരത്ത് നടന്ന പ്രോഗ്രാമിൽ പ്രധാനമന്ത്രി മാഘമഹോത്സവത്തിന് ആശംസകൾ അറിയിച്ചിരുന്നു. പക്ഷെ അദ്ദേഹം ഇങ്ങനൊരു കാര്യം നടക്കുന്നു എന്ന് അറിഞ്ഞിട്ടുണ്ടാവാം.